ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണ നാരായണ. എല്ലാവർക്കും ഇംഗ്ലീഷ് നവവത്സര ആശംസകൾ. നമ്മുടെ നവവത്സരം, മലയാള നവവത്സരം വിഷു ആണ് പ്രധാനം. മലയാളം കൊല്ലവർഷം നമ്മൾ ചിങ്ങമാസം തൊട്ട് കണക്കാക്കുന്നു. അതുപോലെ ഭാരതത്തിൽ തന്നെ അനേക നവവത്സര ആചരണങ്ങളുണ്ട്. ദീപാവലിക്ക് നവരാത്രി നവവത്സരം ആഘോഷിക്കുന്നവരുണ്ട്. യുഗാദിക്ക് നവവത്സരം ആരംഭിക്കുന്നവരുണ്ട്. മകരസംക്രാന്തിക്ക് നവവത്സരം ആരംഭിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വ്യവസ്ഥകളുണ്ട്. തമിഴിൽ പൊങ്കൽ അല്ലേ, മകരസംക്രാന്തിക്ക് പൊങ്കൽ ആചരിക്കുന്നു. അതും ഒരു നവവത്സരമാണ് അവർക്ക്. അതുപോലെ ചിത്ര മാസം 1-ാം തീയതി, നമ്മുടെ വിഷുവിൻ്റെ ചിലപ്പോൾ തലേ ദിവസമായിട്ട് വരും, ആ ചൈത്രമാസത്തിൻ്റെ ആരംഭം, അത് നവവത്സരമായിട്ട് ആരംഭിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെ ഭാരതത്തിൽ അനേക കലണ്ടറുകളുണ്ട്, അനേക നവവത്സരങ്ങളുണ്ട്. എല്ലാം നമുക്ക് ആഘോഷിക്കാം, ആചരിക്കാം. അതോടൊപ്പം ലോകം മുഴുവൻ ആചരിക്കുന്ന നവവത്സരം, ഇംഗ്ലീഷ് നവവത്സരം, അതിൻ്റെ ഐതിഹ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഭൂരിപക്ഷം ആളുകൾക്കും നവവത്സരം ഇന്നായതുകൊണ്ട് നമുക്കും അവരുടെ കൂടെ കൂടി ആഘോഷിക്കാം. പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള, പരസ്പരം ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനുമുള്ളതായിട്ടുള്ള, നന്മകളുടെ സ്മരണകൾ പുതുക്കാനുള്ളതായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ഏത് ദിവസം ആയാലെന്താ, നമ്മുടെ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം. അങ്ങനെ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു നവവത്സര ആശംസകൾ. 2022 നന്മകൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. 2020-ഉം 2021-ഉം കൊറോണ കൊണ്ടുപോയി. ഇനി 2022 ഒമിക്രോൺ കൊണ്ടുപോകാതിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ വേറെ ആരും വരാതിരിക്കട്ടെ. കഴിയുന്നതും വേഗം കൊറോണയുടെയും ഒമിക്രോണിൻ്റെയും അതുപോലെയുള്ളതായിട്ടുള്ള ദുരിതങ്ങളുടെ മുഴുവൻ പിടിയിൽ നിന്ന് നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം, പ്രത്യേകിച്ച് നമ്മുടെ കേരളം മുക്തമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പരസ്പരം ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഒരു അവസരം നമുക്കിങ്ങനെയുള്ള പ്രാർത്ഥനകൾ പുതുക്കാനും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും മറന്നു കിടന്നവരെയൊക്കെ ഓർമ്മിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാക്കി മാറ്റാം.
അല്ലേ? എത്രയോ ദിവസങ്ങളായി നമ്മളെ തിരിഞ്ഞു നോക്കാതിരുന്നവരൊക്കെ ഈ ദിവസമെങ്കിലും ഒന്ന് ഓർമ്മിച്ച് ഒരു ഗ്രീറ്റിംഗ്സ് അയക്കും. സൗകര്യം ഇപ്പോൾ ധാരാളം ഉള്ളതുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ പെട്ടെന്ന് ഗ്രീറ്റിംഗ്സ് അയക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കലിന്, സ്നേഹം പുതുക്കലിന് ഉള്ളൊരു അവസരമാണ്. എല്ലാവരോടും നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാം. അതിന് യാതൊരു കുറവും വേണ്ട. അങ്ങനെ എല്ലാവരുടെയും ആഘോഷത്തിൽ നമ്മൾക്കും പങ്കുചേരാം. ഹരി ഓം. നമ്മുടെ ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. തൃതീയ സ്കന്ധത്തിലെ 20-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 8 ശ്ലോകങ്ങൾ കണ്ടു. ഇന്ന് നമുക്ക് തുടർന്ന് കാണണം. ആദ്യം നമുക്ക് 20-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 20-തമോऽധ്യായः. ശൗനക ഉവാച. മഹീം പ്രതിഷ്ഠാമദ്യസ്യ സൗതേ സ്വയംഭുവോ മനുഃ കാന്യന്വതിഷ്ഠദ്വാരാണി മാർഗായ വരജന്മനാം. ക്ഷത്താ മഹാഭാഗവതഃ കൃഷ്ണസ്യൈകാന്തികഃ സുഹൃത് യസ്തത്യാജാഗ്രജം കൃഷ്ണേ സാപത്യം അഘവാനിതി. ദ്വൈപായനാദനവരോ മഹിത്വേ തസ്യ ദേഹജഃ സർവാത്മനാശ്രിതകൃഷ്ണം തൽപരാംശ്ചാപി അനുവ്രതഃ. കിമന്വപൃച്ഛൻ മൈത്രേയം വിരജാസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്ത ആസീനം തത്വവിത്തമം. തയോ സംവദതോ സൂത പ്രവൃത്താ ഹി അമലാകഥാഃ ആപോഗാംഗാ ഇവാഘഗ്നീഃ ഹരേഃ പാദാംബുജാശ്രയാഃ. താനകീർത്തയ ഭദ്രം തേ കീർത്തന്യോദാരകർമ്മണഃ രസജ്ഞഃ കോനു തൃപ്യേത ഹരിലീലാമൃതം പിബന്. ഏവം ഉഗ്രശ്രവാ പൃഷ്ടഃ ഋഷിഭിർനൈമിഷായനൈഃ ഭഗവത്യർപ്പിതാധ്യാത്മഃ താനാഹ ശ്രൂയതാമിതി. സൂത ഉവാച. ഹരേർധൃതക്രോഡതനോസ്വമായയാ നിശമ്യ ഗോരുദ്ധരണം രസാതലാത് ലീലാം ഹിരണ്യാക്ഷമവജ്ഞയാ ഹതം സഞ്ജാതഹർഷോ മുനിമാഹ ഭാരതഃ. വിദുര ഉവാച. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതിൻ കിമാരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. യേ മരീച്യാദയോ വിപ്രാ യസ്തു സ്വയംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതത് അഭാവയൻ. സദ്വിതീയാ കിമസൃജൻ സ്വതന്ത്രാ ഉദ കർമ്മസു ആഹോസ്വിത് സംഹദാ സർവേ ഇദം സ്മ സമകൽപ്പയൻ. മൈത്രേയ ഉവാച. ദൈവേന ദുർവിതർക്യേണ പരേണ നിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. രജഃ പ്രധാനാത് മഹതഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജഭൂതാദിഃ വിയദാദീനി പഞ്ചശഃ. താനി ചൈകൈകശഃ സ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജൻ. സ്വശൈഷ്ടാബ്ദിസലിലേ ആണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീത്തമീശ്വരഃ. തസ്യ നാഭേരഭൂത്പദ്മം സഹസ്രാർക്കോരുദീദിധി സർവജീവനികായൗകോ യത്ര സ്വയമഭൂത് സ്വരാട്. സോനുവിഷ്ടോ ഭഗവതായ ശേദേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. സസർജച്ഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രമന്ദതാമിശ്രം തമോ മോഹോ മഹാതമഃ. വിസസർജാത്മന കായം നാഭിനന്ദൻ തമോമയം ജഗൃഹുർയക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിത്സമുദ്ഭവാം. ക്ഷുത്രിഭ്യാമുപസൃഷ്ടാസ്തേ തം ജഗ്ധും അഭിദുദ്രുവുഃ മാ രക്ഷതൈനം ജക്ഷധ്വം ഇത്യൂജുക്ഷുത്രുടർദിതാഃ.
ദേവസ്ഥാനാഹ സംവിഘ്നോ മാം ചക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധം ദേവതാഃ പ്രഭയായാ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാർഷുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാം അഹ ദേവോ അദേവാൻ ജഗനദഃ സൃജതി സ്മാതിലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാ ബിപേദിരേ തതോ ഹസൻ സ ഭഗവാൻ അസുരൈർനിരപത്രപൈഃ അന്വീയമാനസ്തരസാ ക്രുദ്ധോ ഭീതഃ പരാപതത് സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം പാഹി മാം പരമാത്മൻ തേ പ്രേഷണേനാസൃജം പ്രജാഃ തായിമായ വിദും പാപാ ഉപാക്രാമന്തി മാം പ്രഭോ ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേക ക്ലേശദസ്തേഷാം അനാസന്നപദാം തവ അവധാര്യാസ്യ കാർപ്പണ്യം വിവിക്താധ്യാത്മദർശനഃ വിമുഞ്ചാത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോചഃ ത്വം താം ക്വണച്ചരണാംബോജാം മദവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലം ചന്നരോദസം അന്യോന്യശ്ലേഷയോത്തുംഗനിരന്തരപയോധരാം സുനാസാം സുദ്വിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരോധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മുമുഹു സ്ത്രിയം അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യാനവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛൻ കുമേദസഃ കാസി കസ്യാസി രംഭോരു കോ വാർത്തസ്തേത്ര ഭാമിനി രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നോ വിഭാതസേ യാവാ കാചിത്വമപലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷീക്ഷമാണാനാം കന്ദുകക്രീഡയാ മനഃ നൈകത്ര തേ ജയതി ശാലിനി പാദപദ്മം ഗ്നന്ദ്യാമുഹുഃ കരതലേന പദൽപദംഗം മധ്യം വിഷീദതി ബൃഹൽസ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹഃ ഇതി സായന്തനീം സന്ധ്യാം അസുരാ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹുഃ മത്വാ മൂഢധിയസ്ത്രിയം പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ധ്യാത്മാനമാത്മനാ കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവാപ്സരസാം ഗണാൻ വിസസർജ തനും താം വൈ ജ്യോത്സ്നാം കാന്തിമതീം പ്രിയാം തയേവ ചാദദു പ്രീത്യാ വിശ്വാവസു പുരോഗമാഃ സൃഷ്ട്വാ ഭൂതപിശാചാംശ്ച ഭഗവാനാത്മതന്ത്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ചാമീലയദൃശൗ ജഗൃഹുസ്തദ്വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോഃ നിദ്രാം ഇന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യത്തെ യേനോച്ഛിഷ്ടാൻ ദർശയന്തി തമുന്മാദം പ്രചക്ഷത്തെ ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനജഃ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണാസൃജത് പ്രഭുഃ ത ആത്മസർഗം തം കായം പിതരഃ പ്രതിപേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വത്തെ സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനം അന്തർധാനാഖ്യമത്ഭുതം സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേനാസൃജത് പ്രഭുഃ മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയന് തേ തു തജ്ജഗൃഹൂരൂപം ത്യക്തം യത്പരമേഷ്ഠിന മിഥുനീഭൂയ ഗായന്തഃ തമേവ ഉഷസി കർമ്മഭിഃ ദേഹേന വൈഭോഗവദാശയാനോ ബഹുചിന്തയാ സർഗേ അനുപചിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപുഃ യേ അഹീയന്താമുദക്കേശ അഹയസ്തേ അംഗജജ്ഞിരേ സർപ്പാ പ്രസർപ്പത ക്രൂരാ നാഗാ ഭോഗോരുകന്ദരാഃ സാത്മാനം മന്യമാനഃ കൃതകൃത്യമിവാത്മഭൂഃ തദാ മനൂൻ സസർജാന്തേ മനസാ ലോകഭാവനാൻ തേഭ്യഃ സോത്യസൃജത് സ്वीयं പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശശംസുഃ പ്രജാപതിം അഹോ യേതജ്ജഗൽ സ്രഷ്ടഃ സുഹൃതം വദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ സാകം അന്നമദാമഹേ
തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിനാ ഋഷീകേശഃ സസർജാഭിമതാ പ്രജാഃ തേഭ്യശ്ചൈകൈകശസ്വസ്യ ദേഹസ്യാംശം അദാതജഃ യത്തൽ സമാധിയോഗർദ്ധി തപോ വിദ്യാ വിരക്തിമത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ 20-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഒരിക്കൽ കൂടെ നവവത്സര ആശംസകൾ. ഒരു ആധ്യാത്മികമായ ഉയർച്ച നൽകുന്ന ഒരു വത്സരമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ആധ്യാത്മിക വർഷം ആയി മാറട്ടെ. മറ്റെല്ലാ ഐശ്വര്യവും കൂടെ ഉണ്ടാവട്ടെ. ആരോഗ്യം, ആയുസ്, സമ്പൽ സമൃദ്ധി, പുത്രപൗത്രാദി ലാഭം, ഗൃഹലാഭം, വസ്തുലാഭം, ബാക്കി എല്ലാ ലാഭങ്ങളും ഉണ്ടായിക്കോട്ടെ. പക്ഷേ ആധ്യാത്മികമായിട്ട് വളരെ ഉന്നതി പ്രാപിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. കഴിഞ്ഞ 2 വർഷങ്ങൾ കൊറോണ കാലം ഭൗതികമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ആധ്യാത്മികമായിട്ടുള്ള കുറേ ഔന്നത്യം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, അല്ലേ? നമ്മളെ ആധ്യാത്മികമായിട്ട് കുറച്ചെങ്കിലുമൊക്കെ പാകപ്പെടുത്താനുള്ള വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾ. ഈ വർഷം അതോടൊപ്പം തന്നെ നമ്മുടെ നഷ്ടപ്പെട്ട ഭൗതികമായ പല ഐശ്വര്യങ്ങളും തിരിച്ച് കിട്ടാറാവട്ടെ. ഓ, ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 20-ാം അധ്യായത്തിലാണ് നമ്മൾ. കഴിഞ്ഞ 6-7 അധ്യായങ്ങൾ വരാഹാവതാരത്തിൻ്റെ വർണ്ണനയായിരുന്നു. മൂന്നാം വർഷമാവണമെങ്കിൽ ഏപ്രിൽ 2 ആവണം. ഏപ്രിൽ 2 ആവുമ്പോൾ നമ്മളത് 3-ാം വർഷമാകും. ആയിക്കോട്ടെ, ഇനി ഒരു 3 മാസം കാത്തിരിക്കണം. നാരായണ. വരാഹാവതാരത്തിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ചരിത്രമാണ് വിസ്തരിച്ച് കണ്ടത്. അതിൻ്റെ രഹസ്യം, അതിൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വ്യാസൻ മനഃപൂർവം അതിൽ ശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വരാഹാവതാരം എപ്പോഴാണ് ഉണ്ടായത് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഉള്ള അവസരം അതിൽ മനഃപൂർവ്വം നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാതെ വ്യാസന് കൈപ്പഴവ് പറ്റിയതായിട്ട് ഒരിക്കലും നമുക്ക് ധരിക്കാനേ ആവില്ല. സർവജ്ഞനാണ്. ഭഗവാന്റെ
അവതാരമൂർത്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും ആ സ്വയംഭൂവ മനുവിൻ്റെയും ശതരൂപാദേവിയുടെയും ജനനത്തിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിവർദ്ധനവ് ഉണ്ടായത് എന്നുള്ള ആ ഒരു ചോദ്യം ഇവിടെ തുടരുകയാണ്. ആദ്യത്തെ ഭാഗത്ത് ശൗനകാദികൾ സൂതനോട് ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ 8 ശ്ലോകങ്ങളിൽ. അല്ലയോ സൗദേ, സൂതപുത്ര, ഉഗ്രസ്രവസേ, സ്വയംഭൂവ മനു തനിക്ക് വാസസ്ഥാനമായിട്ട് ഭൂമിയെ ലഭിച്ച ശേഷം തൻ്റെ താഴെയുള്ള ആളുകളുടെ ജന്മത്തിനായിക്കൊണ്ട് ഏതെല്ലാം മാർഗങ്ങളെ സ്വീകരിച്ചു, അതുപോലെ വിതുര മൈത്രേയ സംവാദത്തെക്കുറിച്ചും കൂടുതൽ ഞങ്ങൾക്ക് അറിയണം. ആ മഹാഭാഗവതനായിരുന്ന, ഭഗവാന് പ്രിയപ്പെട്ടവനായിരുന്ന ആ ക്ഷത്താവ് അഥവാ വിതുരൻ തൻ്റെ ജ്യേഷ്ഠൻ ഭഗവാനോട് അപരാധം ചെയ്തു എന്ന് കരുതിയതുകൊണ്ട് ജ്യേഷ്ഠനെയും പുത്രന്മാരെയും രാജ്യലക്ഷ്മിയെയും എല്ലാം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പോയി. അദ്ദേഹം അച്ഛനായ വ്യാസനിൽ നിന്ന് ഒട്ടും കുറവുള്ളവനല്ല. എല്ലാം കൊണ്ടും ഭഗവാനെ ആശ്രയിച്ചവനായിരുന്നു. ഭഗവാനെ ആശ്രയിച്ച ഭഗവത് ഭക്തന്മാരെയും ആശ്രയിച്ചവനായിരുന്നു. അങ്ങനെയുള്ള ആ വിതുര മഹാശയൻ തീർത്ഥാടനം കൊണ്ട് അന്ധക്കരണശുദ്ധി നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുശാവർത്തത്തിൽ അഥവാ ഹരിദ്വാരത്തിൽ ഇരിക്കുന്നവനായ തത്വവിത്തുക്കളിൽ ശ്രേഷ്ഠനായ ആ മൈത്രേയ മഹർഷിയെ സമീപിച്ചിട്ട് എന്താണ് ചോദ്യം ചെയ്തത്? തീർച്ചയായിട്ടും അവർ തമ്മിൽ സംവാദം ചെയ്താൽ, വിതുര മൈത്രേയന്മാർ തമ്മിലുള്ള സംവാദത്തിൽ ഭഗവാന്റെ കഥകളായിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണോ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗാപ്രവാഹം പാപങ്ങളെ കഴുകിക്കളയുന്നത്, അതുപോലെ ഭഗവാന്റെ കഥകളും കേൾക്കുന്നവരുടെ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ മഹത്തായ കർമ്മങ്ങൾ ചെയ്തവനും കീർത്തിക്കപ്പെടേണ്ടവനുമായിട്ടുള്ള ഭഗവാന്റെ ആ കഥകളെ അങ്ങ് പറയൂ. ഭഗവാന്റെ ലീലാമൃതം പാനം ചെയ്തിട്ട് അതിൻ്റെ രസം അനുഭവിക്കുന്ന അറിഞ്ഞിട്ടുള്ള ഒരാൾ ഏതൊരുവനാണ് ആ ഭഗവാന്റെ കഥയെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മതി വരിക? ആർക്കാണ് തൃപ്തി വരിക? അതുകൊണ്ട് എത്ര കേട്ടാലും മതിയാവില്ല. ആ ഭഗവത് കഥയെ വർണ്ണിക്കൂ, വിതുര മൈത്രേയ സംവാദത്തെ വർണ്ണിക്കൂ. ഇങ്ങനെ ഉഗ്രസ്രവസായ സൂതൻ ശൗനകാദികളാൽ നൈമിഷാരണ്യത്തിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ചതായിട്ടുള്ള ആ സൂതൻ അവരോട് പറഞ്ഞു, ശ്രൂയതാം, കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ആരംഭിച്ചു. തൻ്റെ മായ കൊണ്ട് വരാഹരൂപമെടുത്തതായിട്ടുള്ള ആ ഹരിയുടെ രസാതലത്തിൽ നിന്നുള്ള ഭൂമിയുടെ ഉദ്ധരണം എന്ന ലീലയും ഹിരണ്യാക്ഷനെ അവജ്ഞയോടുകൂടി വധിച്ചതിനെക്കുറിച്ചും ഉള്ള ആ കഥയും കേട്ടിട്ട് ഹർഷം ഉണ്ടായവനായിട്ടുള്ള ആ വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ഇപ്രകാരം ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിതുരൻ മൈത്രേയനോട് ചോദ്യം ചെയ്യുന്ന ആ പശ്ചാത്തലം പറഞ്ഞു. ഇനി വിതുരൻ്റെ ചോദ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒരു 3 ശ്ലോകങ്ങളിൽ വിതുരൻ മൈത്രേയരോട് ചോദ്യം ചെയ്യുന്നു. വിതുര ഉവാച, പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീൻ കിമാരബദമേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത് യേ മരീച്യാദയോ വിപ്രാഹ യസ്തു സ്വയംഭുവോ മനുഃ
തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതത് അഭാവയൻ സദ്വിതീയാ കിമസൃജൻ സ്വതന്ത്രാവുത കർമ്മസു ആഹോസ്വിത് സംഹദാ സർവേ ഇദം സ്മ സമകൽപ്പയൻ. ഈ 3 ചോദ്യങ്ങൾ, 3 ശ്ലോകങ്ങൾ വിതുരന്റെ മൈത്രേയ മഹർഷിയോടുള്ള ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ്? വിതുര ഉവാച, വിതുരൻ പറയുന്നു, പ്രജാപതിപതി പ്രജാസർഗേ പ്രജാപതീൻ സൃഷ്ട്വാ. ഹേ ബ്രഹ്മൻ, അവ്യക്തമാർഗവിത് കിം ആരഭത മേ പ്രബ്രൂഹി. ഇതാണ് 1-ാമത്തെ ശ്ലോകം. എന്താ? പ്രജാപതിപതി ആരെക്കുറിച്ചാണ്? ബ്രഹ്മദേവനെ കുറിച്ചിട്ടുള്ള പദമാണ്. പ്രജാപതീനാം പതി, മരീച്യാദി പ്രജാപതിമാരുടെ മുഴുവൻ പതിയാണ് ബ്രഹ്മദേവൻ. അപ്പോൾ പ്രജാപതിപതി എന്ന് പറഞ്ഞത് പ്രജാപതികളുടെ നാഥനായ ബ്രഹ്മദേവൻ പ്രജാസർഗേ പ്രജാപതീൻ സൃഷ്ടുവ, പ്രജകളെ സൃഷ്ടിക്കുവാനായിക്കൊണ്ട് പ്രജാപതികളെ സൃഷ്ടിച്ചിട്ട്. അപ്പോൾ പ്രജകളെ വർദ്ധിപ്പിക്കണം, അതിനായിക്കൊണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടികളാണ്, ആദ്യത്തെ പുത്രന്മാരാണ് പ്രജാപതിമാർ എന്ന് പറയുന്ന 10 പേര്. മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ മുതലായിട്ടുള്ള 10 പേരാണ് ആദ്യത്തെ പ്രജാപതിമാർ. അതിൽ നാരദൻ ഒഴികെ ബാക്കി 9 പേരും പ്രജാപതിമാരായിത്തീരുന്നു. നാരദൻ ദേവർഷിയായിത്തീരുന്നു. പിന്നീട് ഇവരുടെ മക്കളും അതുപോലെ തന്നെ മറ്റു പ്രജാപതിമാരും ബ്രഹ്മദേവനിൽ നിന്നുണ്ടാവുന്നുണ്ട്. കർദമൻ, ധർമ്മൻ മുതലായിട്ടുള്ള പ്രജാപതിമാർ ബ്രഹ്മദേവനിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നവരാണ്. പിന്നെ ഇവരുടെ മക്കളായിട്ടും പ്രജാപതിമാർ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പ്രധാന പ്രജാപതിമാർ അവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രജാപതികളുടെ പതിയായിട്ടുള്ള ആ ബ്രഹ്മദേവൻ പ്രജാസർഗത്തിനായിക്കൊണ്ട് പ്രജാപതികളെ സൃഷ്ടിച്ച ശേഷം അവ്യക്തമാർഗവിത് കിം ആരഭത. അവ്യക്തമാർഗവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനെ കുറിച്ച് തന്നെയുള്ള വിശേഷിപ്പിച്ചതാണ്. അവ്യക്തനായ ഭഗവാന്റെ മാർഗത്തെക്കുറിച്ച് അറിയുന്നവൻ, ഭഗവാന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയുന്നവൻ. ആര്? ബ്രഹ്മദേവൻ. എന്തുകൊണ്ട്? ഭഗവാനുമായിട്ടുള്ള താദാത്മ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ തന്നെ അംശമായതുകൊണ്ട്. അങ്ങനെ പലതും പറയാം. ആ ബ്രഹ്മദേവൻ ഭഗവാന്റെ തത്വം അറിയുന്നവനാണ് എന്നർത്ഥമാണ് ഇവിടെ അവ്യക്തമാർഗവിത്ത്. ഭഗവാൻ എന്തിനാണ് തന്നെ സൃഷ്ടിച്ചത്, തന്നിലൂടെ പ്രജാപതികളെ സൃഷ്ടിച്ചത്, ഇനി അവരിലൂടെ ഭഗവാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളാണ് ബ്രഹ്മദേവൻ. അതാണ് അവ്യക്തമാർഗവിത്ത്. അവ്യക്തനായ ഭഗവാന്റെ മാർഗത്തെ, ആ ഭഗവാനെ എങ്ങനെ സേവിക്കണമെന്നും അറിയാവുന്നവൻ. അല്ലേ? സ്വകർമ്മണ തമഭ്യർച്ച്യ. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട് വേണം ആ അവ്യക്തനെ ആരാധിക്കുവാൻ. അവ്യക്തനായ ഭഗവാനെ ആരാധിക്കുവാനുള്ള മാർഗം എന്താണ്? സ്വകർമ്മണ, അവരവരുടെ മുമ്പിൽ വന്നു ചേരുന്ന കർത്തവ്യ കർമ്മങ്ങളെ കൊണ്ട്. അത് അറിയുന്നവനാണ് ബ്രഹ്മദേവൻ. അപ്പൊ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്താണ്? സൃഷ്ടി. ആ സൃഷ്ടിയാണ് തനിക്ക് ഭഗവാനോട് ചെയ്യാവുന്ന ആരാധന, പൂജ. അത് ഭംഗിയായിട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധയുള്ള ആളാണ്. അങ്ങനെയുള്ള അവ്യക്തമാർഗവിത്തായ ബ്രഹ്മദേവൻ കിം ആരഭത, എന്താണ് തുടങ്ങി വെച്ചത്, പിന്നെന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. പിന്നെന്ത് ചെയ്തു? ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണോത്തമ എന്ന് മൈത്രേയ മഹർഷിയെ വിതുരൻ സംബോധന ചെയ്യാണ്. ബ്രഹ്മൻ, സർവജ്ഞ, മേ പ്രബ്രൂഹി, എന്നോട് നല്ലതുപോലെ പറഞ്ഞാലും, പ്രകർഷേണ ബ്രൂഹി, നന്നായി പറഞ്ഞാലും, വ്യക്തമാക്കി തന്നാലും എന്ന് വിതുരൻ ആരംഭിച്ചു. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതി കിം ആരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. അപ്പോൾ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടികർമ്മം ചെയ്യാനായിക്കൊണ്ടാണ്.
താൻ ചെയ്യേണ്ടത് ഈ സൃഷ്ടികർമ്മം ഭംഗിയായി ചെയ്ത് അത് ഭഗവാന്റെ സന്തോഷത്തിന്, ഭഗവാന്റെ ആരാധനയാക്കി മാറ്റുകയാണ്. ഇതറിയുന്നവനാണ് ആര്? അവ്യക്തമാർഗവിത്തായ ബ്രഹ്മദേവൻ. നമ്മളും ഇതറിഞ്ഞാലോ? നമ്മളെ ഭഗവാൻ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്തു ചെയ്താൽ ഭഗവാന് സന്തോഷമാകും? ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമ്മളും ആരായി? അവ്യക്തമാർഗവിത്തുക്കളായി. ആ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം വേണം. ഭഗവാനുമായി ഒരു ട്യൂണിങ്, ഭഗവാന്റെ ഇംഗിതം എന്താണെന്ന് അറിയുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായാൽ നമ്മളും അവ്യക്തമാർഗവിത്തുക്കളായി. അപ്പോൾ ഈ പ്രപഞ്ചം ഭഗവാന്റെ സൃഷ്ടിയാണ്. അതിൽ എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നു. എനിക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു റോൾ നൽകിയിരിക്കുന്നു. ഈ റോൾ സ്വീകരിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ ചുറ്റുപാടും വന്നു ചേരുന്ന സന്ദർഭങ്ങളിൽ എന്തു ചെയ്താൽ ഈ ഭഗവാന് സന്തോഷമാകും, ഞാനത് ചെയ്യും. എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ മുഴുവൻ ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങളാക്കി ഞാൻ മാറ്റും എന്ന് നമുക്കൊക്കെ സങ്കല്പം ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ ആരാവും? അവ്യക്ത മാർഗവിത്തുക്കളാവും. കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കും തോറും ഭഗവാന്റെ ഇംഗിതം നമുക്ക് കൂടുതൽ അറിയാറാവും. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ തെളിഞ്ഞ് പ്രകാശിക്കും. ഭഗവാൻ സന്തോഷിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാനാവും. നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആനന്ദാനുഭവം ഉണ്ടാകും. ഭഗവാന്റെ സന്തോഷം നമ്മുടെ ഉള്ളിലറിയാം. അപ്പോൾ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിന് നമ്മൾ ഓരോരുത്തരും പാത്രീഭവിക്കാനായിക്കൊണ്ട് നമുക്കും ശ്രമിക്കാം അവ്യക്ത മാർഗവിത്തുക്കളാവാൻ, അവ്യക്തൻ്റെ മാർഗം അറിയുന്നവരാവാൻ, അവ്യക്തൻ്റെ നിയമങ്ങൾ അറിയാൻ ശ്രമിക്കാം. യേ മരീച്യാദയോ വിപ്രാഹ യസ്തു സ്വയംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതത് അഭാവയൻ. വിതുരന്റെ ചോദ്യം തുടരുന്നു. മരീച്യാദയ വിപ്രാഹ ഏ എന്ന് പറഞ്ഞാൽ യാവരാണോ മരീചി മുതലായ ബ്രാഹ്മണർ, പ്രജാപതിമാർ, അതുപോലെ സ്വയംഭുവഃ മനുഃ യഹ, ബ്രഹ്മാവിൻ്റെ ഇപ്പോൾ അവസാനമായി ഉണ്ടായ പുത്രനാണ് സ്വയംഭുവ മനു. ആ സ്വയംഭുവ മനു എന്ന പുത്രനും തേവൈ ബ്രഹ്മണ ആദേശാത് ഏതത് കഥം അഭാവയന്, അവര് തേവൈ എന്ന് പറഞ്ഞാൽ അവർ നിശ്ചയമായിട്ടും ബ്രഹ്മണ ആദേശാത്, അവരുടെ പിതാവായ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ഉപദേശം കേട്ടിട്ട് കഥം ഏതത് അഭാവയന്, ഏതത് ഈ ലോകത്തെ, ഇതിനെ എന്നാണ് ഈ ലോകത്തെ എന്നർത്ഥം, ഈ സൃഷ്ടിയെ, ഈ പ്രപഞ്ചത്തെ കഥം അഭാവയൻ എങ്ങനെ ഭാവന ചെയ്തു, എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തി, ഭവിപ്പിച്ചു എന്നൊക്കെ അർത്ഥം. അഭാവയൻ എന്നുള്ളത് എങ്ങനെ ഭവിപ്പിച്ചു, കഥം അഭാവയൻ. അപ്പൊ എങ്ങനെയാണ് അവര് ഈ പ്രപഞ്ച സൃഷ്ടിയെ വർദ്ധിപ്പിച്ചത്? ബ്രഹ്മാവിന്റെ നിർദ്ദേശം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ പുത്രന്മാരായ പ്രജാപതിമാരും അതുപോലെ സ്വയംഭുവ മനുവും എങ്ങനെ സൃഷ്ടിയെ വളർത്തി ഇപ്പോഴുള്ള ഈ രൂപത്തിലേക്ക് വികസിച്ചു വരാൻ അവരാണല്ലോ കാരണഭൂതന്മാർ. അവരെങ്ങനെയാണത് ചെയ്തത് എന്നാണ് ഇവിടെ വിതുരന്റെ ചോദ്യം. ഏ മരീച്യാദയോ വിപ്രാഹ യസ്തു സ്വയംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥം ഏതദഭാവയൻ സദ്വിതീയാ കിമസൃജൻ സ്വതന്ത്രാവുത കർമ്മസു ആഹോസ്വിത് സംഹദാ സർവേ ഇദം സ്മ സമകൽപ്പയൻ. അവരെങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സ്വയം ഒരു ശങ്ക അവതരിപ്പിക്കുകയാണ്, ഒരു എക്സ്പ്ലനേഷൻ രൂപത്തിലുള്ള ശങ്ക. അവര് സദ്വിതീയാഹ അസൃജൻ കിം,
സദ്വിതീയ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരാളോട് കൂടിയിട്ട്, അല്ലേ? ദ്വിതീയൻ എന്ന് പറഞ്ഞാൽ രണ്ടാമൻ. സദ്വിതീയൻ എന്ന് പറഞ്ഞാൽ രണ്ടാമനോട് കൂടിയിട്ട്, ഒരു പാർട്ട്ണറോട് കൂടിയിട്ട്. അപ്പൊ ഇവിടെ പാർട്ട്ണർ ആരാണ്? അവരവരുടെ ഭാര്യമാരാണ്. കാരണം വിതുരനെ സംബന്ധിച്ച് വിതുരന്റെ കാലമാകുമ്പോഴേക്ക് എല്ലാവരും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കാരും ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? ഇവിടെ സന്തതികൾ ഉണ്ടാകുന്നതൊക്കെ ദാമ്പത്യത്തിലൂടെയാണ്. അത് കാണുന്ന വിതുരനെ സംബന്ധിച്ച് ഇവര് ഒറ്റയ്ക്ക് സൃഷ്ടിച്ചുവോ ഭാര്യമാരോടുകൂടെ സൃഷ്ടി നടത്തിയോ എന്നുള്ളതാണ് ഇവിടെ ശങ്ക. പ്രജാപതിമാർക്ക് ഭാര്യമാരെ കിട്ടിയോ, അവർ വിവാഹം കഴിച്ചുവോ, അതോ പ്രജാപതിമാർ സങ്കല്പം കൊണ്ട് തന്നെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടി ചെയ്തുവോ എന്ന് ചോദിക്കാനാണ് ഇവിടെ. സദ്വിതീയാഹ കിം അസൃജന്, അവര് സർജനം ചെയ്തത് സദ്വിതീയാഹ പാർട്ട്നേഴ്സോടുകൂടി, ഭാര്യമാരോടുകൂടി ദാമ്പത്യ മാർഗത്തിലൂടെയാണോ അവർ സൃഷ്ടിയെ ചെയ്തത്? സ്വതന്ത്ര ഉത കർമ്മസു. ഉത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ, അതർവൈസ് എന്നൊക്കെ അർത്ഥത്തിലാണ് ഉത എന്നുള്ളതായിട്ടുള്ള ഒരു അവ്യയം. അല്ല, കർമ്മസു സ്വതന്ത്രാഹ, അല്ലെങ്കിൽ പിന്നെ അവർ കർമ്മങ്ങളിൽ സ്വതന്ത്രരായിട്ട് ഒറ്റയ്ക്കാണോ ചെയ്തത്? സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്നവർ. സദ്വിതീയ എന്ന് പറഞ്ഞാൽ രണ്ടാമന്റെ സഹായത്തോടു കൂടിയിട്ട്, ഭാര്യാ സഹായത്തോടു കൂടിയിട്ട്. അപ്പൊ ഭാര്യാ സഹായത്തോടു കൂടിയിട്ടാണോ അവർ സൃഷ്ടി നടത്തിയത്? അല്ല, ഒറ്റയ്ക്ക് തന്നെ സ്വതന്ത്രരായിട്ട് അവരുടെ കർമ്മം ചെയ്തുവോ? ആഹോസ്വിത് സംഹതാ സർവേ ഇതം സ്മ സമകൽപ്പയന്. ആഹോസ്വിത് അല്ലെങ്കിൽ പിന്നെ എന്നുള്ളൊരു വികല്പമാണ്. ആഹോസ്വിത് അല്ലെങ്കിൽ പിന്നെ, സർവേ സംഹതാഹ, അവരെല്ലാവരും കൂടിയിട്ട്, അല്ലേ? ഒരു കമ്പനിയായി മാറിയോ? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ കൂടിയ പാർട്ട്ണർഷിപ്പായി. ഇതിപ്പോൾ സർവേ സംഹതാഹ എന്ന് പറയുമ്പോൾ പ്രജാപതിമാരെല്ലാവരും കൂടിയിട്ടൊരു കമ്പനി തുടങ്ങിയോ? സൃഷ്ടി ഡെവലപ്പ് ചെയ്യാനായിക്കൊണ്ട്, ക്രിയേഷന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടിയോ? സർവേ സംഹതാഹ ഇതം സമകൽപ്പയൻ സ്മ, ഈ പ്രപഞ്ചത്തെ സമ്യക്കായി സങ്കല്പിച്ചത്, വർദ്ധിപ്പിച്ചത് അവരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിട്ടാണോ, ഒന്നായി ചേർന്നിട്ടാണോ? എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്? അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വതന്ത്രരായിട്ടോ, അതോ ഭാര്യാസഹിതന്മാരായിട്ടോ, അതോ ഈ പ്രജാപതിമാരെല്ലാവരും കൂടി കൂട്ടം ചേർന്ന് എല്ലാവരും കൂടിയിട്ട് സൃഷ്ടി നടത്തിയോ? ഇങ്ങനെ 3 സംശയങ്ങളാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വിതുരൻ അവതരിപ്പിച്ചത്. അപ്പം ഇതിനൊക്കെയുള്ള മറുപടി നമ്മുടെ മൈത്രേയ മഹർഷി പറയാൻ ആരംഭിക്കുകയാണ്. അത് ഈ 10ഉം 11ഉം ചോദ്യത്തിൻ്റെ മറുപടി അടുത്ത അധ്യായം മുതൽക്കേ വരുള്ളൂ, 21ാം അധ്യായം മുതൽക്കേ വരുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് തുടർന്ന് മൈത്രേയൻ പറയുന്നത് എന്നാണെങ്കിൽ, ആ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹം പറയുകയാണ്. ഇപ്പോൾ സ്വാമി എങ്ങനെയാണോ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ചുരുക്കം പറഞ്ഞിട്ട്, അല്ലേ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക്, ഇന്ന് എടുക്കേണ്ട ഭാഗത്തിലേക്ക് കടക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഇന്നലെ പങ്കെടുത്തവർക്കാണെങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കിയാൽ പെട്ടെന്ന് ക്ലിക്കാവും, കണക്ട് ചെയ്യാം. ഇന്നലെ ക്ലാസ് കേട്ട് മിണ്ടാതെ പോയി, പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല ഈ ക്ലാസ്, അല്ലേ, മറന്നു പോയിട്ടുണ്ടാവാൻ ചിലപ്പോൾ. മറ്റു വ്യാവഹാരങ്ങളിൽ, അല്ലേ, അവനവൻ്റെ സംസാരത്തിൽ, അവനവൻ്റെ പ്രാരബ്ധങ്ങളിൽ മുഴുകി എല്ലാം മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്ന് ഉള്ളിലൊരു ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, ഇനി അഥവാ ആരെങ്കിലും ഇന്നലെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒരു ക്ലൂ കിട്ടാനും, അങ്ങനെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളൊരു ജിസ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു സംഗ്രഹം ആരംഭത്തിൽ പറഞ്ഞിട്ട് പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ അടുത്ത 7 ശ്ലോകങ്ങൾ മൈത്രേയ മഹർഷി ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹത്തിനായിക്കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ആരംഭം തൊട്ട് എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിച്ചു വന്നത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം, രത്നച്ചുരുക്കം 7 ശ്ലോകങ്ങളെ കൊണ്ട് മൈത്രേയ മഹർഷി പറഞ്ഞിട്ടാണ്
പിന്നെ വിതുരൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ മൈത്രേയ ഉവാച ദൈവേന ദുർവിതർക്യേണ പരേണ അനിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. രജപ്രധാനാത് മഹതഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജഭൂതാദിഃ വിയദാദീനി പഞ്ചശഃ താനി ചൈകൈകശസ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡം അവാസൃജൻ. സോശയിഷ്ടാബ്ദിസലിലേ ആണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീത്തമീശ്വരഃ തസ്യ നാഭേരഭൂത്പദ്മം സഹസ്രാർക്കോരുദീദിതി സർവജീവനികായൗകോ യത്ര സ്വയമഭൂത് സ്വരാട്. സാനുവിഷ്ടോ ഭഗവതായ ഛേദേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാം. സസർജ ഛായയാ അവിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഃ. ഇതുവരെ 18-ാം ശ്ലോകം വരെ 7 ശ്ലോകങ്ങളിൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹമാണ്. പിന്നീട് അപ്പോൾ പറയാതെ വിട്ട ചില കാര്യങ്ങൾ 19-ാം ശ്ലോകം മുതൽക്ക് പറയുന്നുണ്ട്. മുമ്പേ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ അത് പറയാനുള്ളൊരവസരമാക്കി മാറ്റുകയാണ് പിന്നീടുള്ള ശ്ലോകങ്ങളെ. നമുക്ക് കാണാം, തുടർന്ന് കാണാം. മൈത്രേയ ഉവാച ദൈവേന ദുർവിതർക്യേണ പരേണ അനിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. പ്രളയകാലത്തിൽ നിന്ന് എങ്ങനെയാണ് മഹത്തത്വം ഉണ്ടാവുന്നത് എന്ന് ചുരുക്കി പറഞ്ഞു. ദുർവിതർക്യേണ പരേണ അനിമിഷേണ ദൈവേന ജാതക്ഷോഭാത് ഭഗവതഃ ഗുണത്രയാത് മഹാൻ ആസീത്. ഇവിടെ മഹാൻ ആസീത് എന്ന് പറഞ്ഞാൽ മഹത്തത്വം ഉണ്ടായി എന്നാണ്. മഹാൻ എന്നുള്ളത് ഇവിടെ മഹത്തത്വത്തെ സൂചിപ്പിക്കാനാണ്. ആസീത് ഉണ്ടായി. അപ്പോൾ മഹത്തത്വം ഉണ്ടായി. ആരിൽ നിന്ന്? ഭഗവതഃ ഗുണത്രയാത്, ഭഗവാന്റെ ഗുണത്രയങ്ങളിൽ നിന്ന്. ഇവിടെ ഭഗവാന്റെ ഗുണത്രയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയായ മായയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് എന്നർത്ഥം. ആ 3 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന മൂലപ്രകൃതി അല്ലെങ്കിൽ അതിന് പ്രധാനം എന്ന് പറയാം. ആ പ്രധാനത്തിൽ നിന്ന് അഥവാ അവ്യക്തത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി. ഈ പ്രധാനത്തെ തന്നെ അവ്യക്തമെന്നും പറയാം. പ്രകർഷേണ എല്ലാം ഉള്ളിൽ ധരിച്ചിരിക്കുന്നത് പ്രധാനം. സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള സകല ബീജങ്ങളെയും ഉള്ളിൽ വഹിച്ചിരിക്കുന്നത് പ്രധാനം. അത് അവ്യക്തം തന്നെയാണ്. പ്രധാന അവസ്ഥയിൽ അവ്യക്തം തന്നെയാണ്. പിന്നെ ആ അവ്യക്തത്തിൽ നിന്നാണ് മഹത്തത്വം ആവിർഭവിക്കുന്നത്. അപ്പോൾ അവ്യക്തത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നതിനാണ് ഇവിടെ പറയുന്നത്. ആ അവ്യക്തത്തിൽ ഗുണത്രയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഗുണത്രയാത് എന്നും പറഞ്ഞു. ഭഗവതഃ ഗുണത്രയാത് മഹാൻ ആസീത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗുണത്രയത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായത് എന്നുള്ളത് ജാതക്ഷോഭാത് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന് ക്ഷോഭമുണ്ടായത്? ജാതക്ഷോഭം എന്ന് പറഞ്ഞാൽ ക്ഷോഭമുണ്ടായപ്പോൾ, വിഷമാവസ്ഥയുണ്ടായപ്പോൾ, കലക്കമുണ്ടായപ്പോൾ. അതെങ്ങനെ? ദൈവേന. ദൈവേന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാരബ്ധം നിമിത്തം, ഈശ്വര നിശ്ചയം നിമിത്തം ഓരോ എന്താ പറയുക ജീവന്മാരുടെയും
കർമ്മഫലം, സഞ്ചിതമായ കർമ്മഫലം അത് പ്രാരബ്ധമായി ഭവിച്ചത് കാരണം ക്ഷോഭം ഉണ്ടായി. അപ്പോൾ ദൈവേന ജാതക്ഷോഭം, ഈ ദൈവം എന്നുള്ളതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചതാണ് ദുർവിതർക്കേണ പരേണ അനിമിഷേണ ദൈവേന എന്ന് 3 വിശേഷണങ്ങൾ ദൈവശബ്ദത്തിന്. ദൈവം എന്നുള്ള ശബ്ദം എന്താണ്? ദൈവശബ്ദത്തിന് പ്രധാനമായിട്ടുള്ള അർത്ഥം എന്താ പറയുക, അദൃഷ്ടം. ജീവന്മാരുടെ മുഴുവൻ അദൃഷ്ടം, എല്ലാ ജീവന്മാരുടെയും കർമ്മങ്ങൾ അദൃഷ്ടരൂപത്തിൽ, സഞ്ചിത രൂപത്തിൽ കിടക്കുകയാണ് പ്രളയകാലത്ത്. ആ അദൃഷ്ടങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് ഓരോ ജീവന്മാർക്കും ശരീരങ്ങൾ ലഭിക്കുന്നതും അവസരങ്ങൾ ലഭിക്കുന്നതും അവരവരുടെ വാസനകൾ ആ കിട്ടിയ അവസരത്തിൽ, കിട്ടിയ സന്ദർഭത്തിൽ, കിട്ടിയ പരിതസ്ഥിതിയിൽ അവർ പ്രകടിപ്പിക്കുന്നതും. ഓരോരുത്തരുടെയും കർമ്മവാസനകൾ സൂക്ഷ്മരൂപത്തിൽ അല്ലെങ്കിൽ കാരണരൂപത്തിൽ വളരെ അദൃഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ ദർശിക്കാൻ പറ്റാത്തത് ആയിട്ട് കിടപ്പുണ്ട്, സഞ്ചിതമായിട്ട് കിടപ്പുണ്ട്. ആ സഞ്ചിതമായിട്ട് കിടപ്പുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് വരുന്നത്, അവർക്ക് പിന്നെയും ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. നമ്മുടെ സഞ്ചിത കർമ്മം പൂർണ്ണമായും ക്ഷയിച്ചാൽ പിന്നെ നമുക്ക് ജന്മത്തിൻ്റെ ആവശ്യം ഇല്ല. വിത്ത് മുഴുവൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, നശിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ പിന്നെ കൃഷിയുണ്ടോ? നമ്മുടെ പത്തായത്തിൽ വിത്ത് ശേഖരിച്ച് വച്ചിരിക്കുന്നത് വരേക്കേ നമുക്ക് കൃഷി തുടരേണ്ടതുള്ളൂ, തുടരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ലവരുടെയും വിത്ത് കടം മേടിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ വിത്ത് സൂക്ഷിച്ചിരിക്കുന്നത് വരയ്ക്കേ നമുക്ക് കൃഷി തുടരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ പൂർവികരൊക്കെ, കൃഷിക്കാരൊക്കെ ഓരോ വർഷവും കൊയ്ത്ത് കഴിയുമ്പോൾ ആദ്യം വിത്തിനുള്ളത് നല്ലത് മാറ്റിവെക്കും. വിത്തിനുള്ളത് വേറെ മാറ്റിവെച്ചിട്ടേ ബാക്കി പരിപാടികളുള്ളൂ. നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിലും വിൽപ്പനയ്ക്കുള്ളതാണെങ്കിലും പുഴുങ്ങാനുള്ളതാണെങ്കിലും അല്ലേ, എന്തൊക്കെ ചെയ്യാനുള്ളതാണെങ്കിലും ആദ്യം വിത്ത് ഉണക്കി മാറ്റിവെക്കും. അതാണ് നല്ല കൃഷിക്കാരുടെ ലക്ഷണം. അടുത്ത കൃഷിയെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് വേണ്ടതായിട്ടുള്ള, ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നന്നായി ഉണക്കി കേടുവരാത്ത രീതിയിൽ ഭദ്രമായിട്ട് ചാക്കിൽ കെട്ടിയിട്ടോ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദേശത്തിനും അനുസരിച്ച് പത്താഴത്തിൽ സൂക്ഷിക്കും. ആ വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത കൊല്ലത്തെ കൃഷിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ ഇവിടെ സഞ്ചിതമായിട്ടുള്ള കർമ്മവാസനകൾ ജീവന്മാരുടെ അനാദിയായിട്ട് കിടപ്പുണ്ട്. ആ സഞ്ചിത കർമ്മങ്ങൾ തന്നെയാണ് ഇവിടെ അദൃഷ്ടം എന്ന് പറയുന്നത്. ജീവന്മാരുടെ സഞ്ചിത കർമ്മങ്ങളുടെ ആ ഭണ്ഡാരത്തെ തന്നെയാണ്, ആ പത്തായത്തെ തന്നെയാണ് ഇവിടെ അദൃഷ്ടം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഇവിടെ ദൈവം എന്നും പറയുന്നത്. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ദുർവിതർക്കേണ. ദുർവിതർക്യം, വിതർക്യം എന്ന് പറഞ്ഞാൽ തർക്കിക്കാവുന്നത്, ചിന്തിക്കാവുന്നത്, ഊഹിക്കാവുന്നത്. ഇവിടെ ദുർവിതർക്യം, ദുഃഖേന വിതർക്യം. ഇന്നതാണ് എന്താണ് എന്ന് പറയാൻ കഴിയില്ല, ചിന്തിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഒരാളുടെ കാര്യം തന്നെ നമുക്ക് തർക്കിച്ച് പറയാൻ പറ്റില്ല. നാളെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ സൂക്ഷ്മങ്ങളായ വാസനകളുണ്ട്, എൻ്റെ ഉള്ളിൽ ഏതെല്ലാം വാസനകൾ അടങ്ങിക്കിടപ്പുണ്ട് എന്നത് എനിക്ക് ഇന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. ഇന്ന് എത്ര ചിന്തിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു പരിതസ്ഥിതി വരുമ്പോഴാണ്, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ വാസന പുറത്തേക്ക് വരിക. അതുവരെ അങ്ങനെ ഒരു വാസന ഉള്ളതായിട്ട് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. സന്ദർഭം വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന വാസന പുറത്തേക്ക് പ്രകടമാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദുർവിതർക്യം എന്ന് പറയുന്നത്. നമ്മുടെ വാസനകളെക്കുറിച്ച് നമുക്ക് തന്നെ ചിന്തിച്ച് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. ഏതൊക്കെ വാസനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. എത്രയോ നല്ല ആളുകൾ നമ്മുടെ മുമ്പിൽ കാണാൻ നമുക്ക്
അവർ കുറച്ച് കഴിയുമ്പോൾ മോശക്കാരായി മാറുന്നത് കാണാം. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ആ വാസനകളും ഉണ്ടായിരുന്നു. അത് ഇത്രയും കാലം പ്രകടമായിരുന്നില്ല, അവസരം വന്നപ്പോൾ പ്രകടമായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ മോശം ഗുണങ്ങളൊക്കെ, ദോഷങ്ങളൊക്കെ പ്രകടമായി വന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഇയാൾ ഇത്ര മോശക്കാരനായിരുന്നോ എന്ന്, നമ്മൾ എത്ര നല്ല ആളാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല ആരെക്കുറിച്ചും. പ്രവചനാതീതമാണ്. ഏത് ജ്യോതിഷനെ കൊണ്ട് നോക്കിച്ചാലും, ഏത് എന്താ പറയുക അഗസ്ത്യ നാഡീ ജ്യോതിഷം കൊണ്ട് നോക്കിച്ചാലും, ഏത് ഹസ്തരേഖാ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നോക്കിച്ചാലും, ഏത് ന്യൂമറോളജിസ്റ്റിനെ കൊണ്ട് നോക്കിച്ചാലും ഇതൊന്നും ചിലപ്പോൾ എത്ര അന്വേഷിച്ചാലും പിടികിട്ടില്ല. നമ്മുടെ തലയിലെഴുത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് അവസരം വരുമ്പോഴാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് എന്തു പറഞ്ഞു? ദുർവിതർക്കേണ ദൈവേന. ഈ ദൈവം അഥവാ നമ്മുടെ കർമ്മവാസനകൾ, നമ്മുടെ സഞ്ചിത കർമ്മം എന്നുള്ളത് ചിന്തിച്ച് ഉറപ്പിച്ച് നിശ്ചയിച്ച് ഇന്നത് മാത്രം എന്ന് രേഖപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. പരേണ അനിമിഷേണ, പരേണ അനിമിഷേണ എന്നും കൂടി ആ ദൈവത്തിന് ഇത് പറഞ്ഞു. എന്താണ് പരേണ എന്ന് പറഞ്ഞാൽ? എല്ലാറ്റിനും അതീതമായിരിക്കുന്നത്, പ്രകൃതിക്കും പ്രകൃതിയിൽ അധിവസിക്കുന്നത്, പ്രകൃതിക്ക് അതീതമായിരിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. അനിമിഷേണ എന്ന് പറഞ്ഞാലോ കണ്ണടയ്ക്കാതിരിക്കുന്നത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നശിക്കാതിരിക്കുന്നത് എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. നശിക്കാതിരിക്കുന്നത്, അത് അവസരം നോക്കിയിരിക്കുകയാണ്. അതാണ് അനിമിഷം എന്ന് പറയുന്നത്. കണ്ണടയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രതയോടുകൂടി ഇരിക്കുക. ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരം നോക്കിയിരിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലെ വാസനകൾ അവസരം നോക്കിയിരിക്കുകയാണ്. എവിടെയാണ് ചാടി വീഴാനുള്ള അവസരം? എവിടെയാണ് എൻ്റെ വാസനകളെ പ്രകടിപ്പിക്കുവാനുള്ള? അപ്പം നമുക്കൊരു നമുക്കൊരു ഔട്ട്ലെറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ കാത്തിരിക്കുകയാണ്. എവിടെയാണോ ദൗർബല്യം ഉള്ളത്, അല്ലേ, ആ വഴിക്ക് പുറത്തേക്ക് വരും. ഒരു എന്താ പറയുക, ജലാശയം കെട്ടി നിർത്തിയാൽ അതിൻ്റെ സമ്മർദ്ദം കൂടിയാൽ വെള്ളം നിറഞ്ഞ് വരുമ്പോൾ എവിടെയാണോ ഏറ്റവും വീക്കായിട്ടുള്ളത് അവിടെ പൊട്ടും. ആ പൊട്ടിയ വഴിക്ക് അങ്ങോട്ട് പുറത്തേക്ക് ചാടും. പിന്നെ അവിടെ കൊണ്ട് നിൽക്കൂല, അതങ്ങോട്ട് വികസിച്ച് വരും ആ പൊട്ടിയ ഭാഗം. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ ഈ കർമ്മവാസനകളുടെ പ്രഷർ കിടക്കുന്നത്. അത് അവസരം കിട്ടുമ്പോൾ എവിടെയാണോ നമുക്ക് ദൗർബല്യം ഉള്ളത് ആ വഴിക്ക് പുറത്തേക്ക് ചാടും. അപ്പോൾ അതാണ് അനിമിഷം എന്ന് പറഞ്ഞത്. അനിമിഷം എന്ന് പറഞ്ഞാൽ നിമേഷം ചെയ്യാതിരിക്കുന്നു, കണ്ണടയ്ക്കാതിരിക്കുന്നു, ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു, അവസരം നോക്കിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ ജീവന്മാരുടെ മുഴുവൻ അദൃഷ്ടം കാത്തിരിപ്പുണ്ട് അവസരത്തിന് വേണ്ടി, കുതിച്ചു ചാടാൻ വേണ്ടി. എനിക്കെപ്പോഴാണ് അവസരം? എൻ്റെ റോൾ എപ്പോഴാണ്? ഞാൻ എവിടെയാണ് ഇടപെടേണ്ടത്? അല്ലേ? ഒരു നാടകരംഗത്ത് അനേക കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ അഭിനയിക്കുന്ന അഭിനേതാക്കളുണ്ടെങ്കിൽ എല്ലാവരും ഗ്രീൻ റൂമിൽ ഡ്രസ്സ് ചെയ്ത് റെഡിയായിരിക്കുക. പക്ഷേ സമയമാകുമ്പോൾ മാത്രമേ രംഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഡയറക്ടർ അയാളെ മൂക്ക് കയറിട്ട് പിടിച്ചു വെച്ചിരിക്കുക, അടക്കി വെച്ചിരിക്കുക. ഇപ്പൊ പുറത്ത് തല കാണിക്കരുത്, നിന്റെ രംഗമാകുമ്പോൾ നീ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് ഗ്രീൻ റൂമിൽ നിർത്തി വെച്ചിരിക്കുകയാണ് ആ നടന്മാരെയൊക്കെ. എല്ലാവരും കൂടി ഒരേ സമയത്ത് രംഗത്ത് വരില്ല. അതുപോലെ ഈ ജീവന്മാരുടെ മുഴുവൻ അദൃഷ്ടം പ്രളയകാലത്ത് ശ്വാസം മുട്ടിക്കൊണ്ട് കഴിയുക, അവസരം നോക്കിക്കൊണ്ട് കഴിയുക, പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് കഴിയുകയാണ്. ആ പ്രഷറാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദുർവിതർക്കേണ പരേണ അനിമിഷേണ ദൈവേന ജാതക്ഷോഭാത്. ആ ക്ഷോഭം ഉണ്ടാകുമ്പോൾ, കലക്കമുണ്ടാകുമ്പോൾ, വിഷമാവസ്ഥയുണ്ടാകുമ്പോൾ
ഭഗവതഃ ഗുണത്രയാത് മഹാൻ ആസീത്. ഭഗവാന്റെ ഗുണത്രയത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാന്റെ ശക്തിയായ മായയുടെ ഗുണത്രയത്തിൽ നിന്ന്, മൂലപ്രകൃതിയുടെ ഗുണത്രയത്തിൽ നിന്ന്, പ്രധാനത്തിൻ്റെ ഗുണത്രയത്തിൽ നിന്ന് മഹത്തത്വം ആസീത്, മഹത്തത്വം ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ വളരെ ലയിച്ച് കിടക്കുന്നതായിരിക്കും പല ചിന്തകളും, പല വികാരങ്ങളും, പല വാസനകളും. അത് പിന്നീട് അവസരം കിട്ടുമ്പോൾ വേറെ എവിടെയെങ്കിലും വേറെ വല്ലവരുടെയും പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലും ബോധമായിട്ട് ആഗ്രഹമായിട്ടൊക്കെ പരിണമിക്കും. മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ സൗഭരി മഹർഷിയുടെ കഥ പറയും നമ്മുടെ നവമസ്കന്ധത്തിൽ. സൗഭരി മഹർഷി എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ആരുമായിട്ടും ബന്ധം വേണ്ട എന്ന് വിചാരിച്ച് കാളിന്തി നദിയിൽ മുങ്ങിക്കിടന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു വർഷങ്ങളോളം. അപ്പോൾ ആ തപസ്സനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം മഹാനാണ്, വലിയ തപസ്വിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മത്സ്യങ്ങളെ പോലെയുള്ള ചെതുമ്പലുകൾ വന്നു. അത്രയും കാലം അദ്ദേഹം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു എന്ന് പറയുക. അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ വാസന പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായിരുന്നു വാസന? പിന്നീട് എപ്പോഴോ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ മത്സ്യങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള ഒരു ദാമ്പത്യം കണ്ടു. രണ്ട് ദമ്പതികളായ മത്സ്യങ്ങൾ, അവരുടേതായിട്ടുള്ള ദാമ്പത്യ ലീലകൾ, ഭാര്യാഭർത്തൃ ഭാവത്തിൽ അവരുടെ സ്നേഹപ്രകടനങ്ങൾ, നിരന്തരം ആ മത്സ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് നടക്കുന്നതും, പരസ്പരം മുട്ടി ഉരുമ്മി അവരുടേതായിട്ടുള്ള ചേഷ്ടകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് അവർ മെയ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള രംഗമൊക്കെ കണ്ണു തുറന്നതായിട്ടുള്ള ഈ സൗഭരി മഹർഷി കണ്ടു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലയിച്ചിരുന്നതായിട്ടുള്ള ഈ ചിന്ത ബോധമണ്ഡലത്തിലേക്ക് വന്നു. ഓ, ഇത് കൊള്ളാലോ എന്ന്, ഇത് കൊള്ളാവുന്ന പരിപാടിയാണല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ബോധത്തിലേക്ക് വന്നു. പിന്നീട് അത് അദ്ദേഹത്തിന് ആഗ്രഹമായി മാറി. എനിക്കും ഇതുപോലെ ആവണം, എനിക്കും ഈ മത്സ്യദമ്പതികളെ പോലെ സന്തോഷമായിട്ട് കഴിയണം എന്നുള്ള ചിന്ത ആ സൗഭരി മഹർഷിയുടെ ഉള്ളിൽ വന്നു. ആഗ്രഹം വന്നു. അടക്കാൻ ശ്രമിച്ചിട്ടും അടങ്ങുന്നില്ല. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ വെള്ളത്തിൽ വന്ന് മുങ്ങിക്കിടന്നത് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് അതിനെ നിയന്ത്രിക്കാനായില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നിശ്ചയിച്ചു, ഏതായാലും ഈ ആഗ്രഹം അടങ്ങുന്നില്ല, അതിനെ സാക്ഷാത്കരിക്കുക തന്നെ എന്ന് പറഞ്ഞ് നിശ്ചയിച്ച് അതിനുള്ള വഴി തേടി അദ്ദേഹം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ നിശ്ചയിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വഴികൾ അന്വേഷിച്ചാൽ ഏതെങ്കിലുമൊക്കെ വഴികൾ തുറന്നും കിട്ടും. അതാണ് ഈശ്വര നിശ്ചയം. അങ്ങനെ അദ്ദേഹം അടുത്തുള്ള രാജ്യത്ത് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മാന്ധാതാവ് എന്ന രാജാവിൻ്റെ, മഹാനായ രാജാവാണ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് രാജാവിനോട് ചെന്ന് പറഞ്ഞു. രാജാവിനോട് തന്നെ പറഞ്ഞു. രാജാവിന് 50 പെൺമക്കളുണ്ട് എന്നും ഇദ്ദേഹം വഴിയിൽ നിന്ന് എവിടുന്നോ കേട്ടു. അപ്പം അങ്ങേക്ക് 50 പെൺമക്കളുണ്ടല്ലോ, അതിലൊരാളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്നും ദാനമായിട്ട് ചോദിച്ചു. അപ്പോൾ ഒരു മഹാത്മാവ്, ഒരു തപസ്വി ഇങ്ങനെ വന്ന് ദാനം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കില്ല രാജാക്കന്മാർ. അതും ഇക്ഷ്വാകു വംശത്തിലെ അല്ലെങ്കിൽ സൂര്യവംശത്തിലെ മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാർ. അപ്പോൾ അദ്ദേഹം കൊടുക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കോലം, ഇദ്ദേഹം ജലാശയത്തിൽ നിന്ന് വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചിട്ട് മത്സ്യത്തിൻ്റെ ചെതുമ്പലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടറയ്ക്കും. അങ്ങനെയുള്ള ഒരു കോലത്തിൽ അദ്ദേഹം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പെൺമക്കളോടും അദ്ദേഹത്തിന് എന്താ പറയുക, ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരെ കരയിപ്പിക്കാൻ പാടുള്ളതല്ലോ, അവരുടെ അവകാശങ്ങളില്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ 50 മക്കൾ അന്തഃപുരത്തിലുണ്ട്, അവരിൽ ആരെങ്കിലും ഒരാൾ
അങ്ങ് വിളിച്ചാൽ വരികയാണെങ്കിൽ കൂട്ടിയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം അന്തഃപുരത്തിലേക്ക് പോയി. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ യോഗസിദ്ധി കൊണ്ട്, ഇത്രയും കാലത്തെ തപസ്സിൻ്റെ സിദ്ധി കൊണ്ട് അദ്ദേഹം തൻ്റെ മത്സ്യച്ചെതുമ്പലുകളുള്ള ശരീരത്തെ മാറ്റി വളരെ മനോഹരനായിട്ടുള്ള ഒരു യുവകോമളനായിട്ടുള്ള ഒരു രാജകുമാരനെ പോലെയായി, അല്ലെങ്കിൽ ഒരു മുനികുമാരനെ പോലെയായി. നല്ല സുന്ദരനായിട്ട് ഉള്ളിലേക്ക് ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെയുള്ള 50 കന്യകമാരോടും പറഞ്ഞു. കന്യകമാർക്ക് കണ്ടപ്പോൾ തന്നെ ഇയാളെ കൊതിയായി. പിന്നെ അദ്ദേഹം അച്ഛൻ പറഞ്ഞ കാര്യം പറയുകയും ചെയ്തു. അതേ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു അച്ഛൻ, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനായിട്ടുള്ള മാന്ധാതാവ് രാജാവ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സമ്മതമാണോ എന്ന് അദ്ദേഹം അവിടെ ചെന്ന് ഇവരോട് ചോദിച്ചു. അവിടെ ചെന്ന് ചോദിച്ച മാത്രയിൽ 50 പേരും ചാടി വീണു. ഞാൻ തയ്യാറാണ്, അങ്ങേക്ക് അനുയോജ്യമായിട്ടുള്ള ആളാണ് ഞാൻ, ഇവരൊന്നും അത്ര യോഗ്യതയില്ല, എനിക്കാണ് ഏറ്റവും യോഗ്യത എന്ന് പറഞ്ഞിട്ട് 50 പേരും തമ്മിൽ അടിയായി, മത്സരമായി. ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം തന്നെ ഒരു കോംപ്രമൈസ് ആക്കി. എന്താണ്? 50 പേരും എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ 50 പേരെയും ഞാൻ സ്വീകരിച്ചോളാം. അങ്ങനെ 50 പേരെയും കൂട്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞ പ്രകാരം ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഇവർ 50 പേരും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പം അങ്ങ് വാക്ക് പറഞ്ഞ ഇതിനനുസരിച്ച് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. സത്യസന്ധനായിട്ടുള്ള ധർമ്മനിഷ്ഠനായിട്ടുള്ള രാജാവിന് വാക്ക് മാറ്റമില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അങ്ങനെ ഈ 50 ഭാര്യമാരും 50 രാജകുമാരിമാരുമായിട്ട് പിന്നെ അദ്ദേഹം ചെന്ന് കാട്ടിൽ ചെന്ന് വലിയൊരു പർണശാല, വലിയ കൊട്ടാരം പോലെയൊക്കെ ഉണ്ടാക്കി 50 പേരുമായിട്ട് വലിയ സംസാരിയായി തീർന്നു. ഓരോ മക്കളിലും 100 ഓരോ ഭാര്യമാരിലും 100 മക്കളെ ജനിപ്പിച്ചു എന്നാണ് നവമസ്കന്ധം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50 × 100 5000 മക്കൾ ജനിച്ചു. എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിക്കുന്നത് എന്ന് പറയുകയാണ്. സൃഷ്ടിയുടെ വർധനവിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു മോഡലാണിത്. അപ്പം ഇതുപോലെയാണ് ഓരോ വാസനകളും ഈ ലോകത്തിൽ പ്രകടമായി പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധോദയമുണ്ടായി. അദ്ദേഹം തിരിഞ്ഞ് ചിന്തിച്ചു, അന്തർമുഖനായി ചിന്തിച്ചു, അല്ല, ഞാനിപ്പോൾ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുമായിട്ടും ബന്ധമുണ്ടാകരുത് എന്ന് വിചാരിച്ച് എല്ലാം ഉപേക്ഷിച്ച് വെള്ളത്തിൽ വന്ന് മുങ്ങിക്കിടന്ന ഒരാൾ മത്സ്യത്തിൻ്റെ ദാമ്പത്യം കണ്ട് എനിക്കും ദാമ്പത്യത്തിൽ ആഗ്രഹം ജനിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ചെന്നതാ 50 പേരെ വിവാഹം കഴിച്ച് ഇപ്പതാ 5000 മക്കളുമായിട്ട് ഈ കോലത്തിലായി. മഹാസംസാരിയായി മാറിയല്ലോ ഞാൻ എന്ന് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഭാര്യമാരെയൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, അതേ, എനിക്ക് വിരക്തി വന്നു കേട്ടോ, എനിക്ക് മതിയായി, എൻ്റെ വാസനകളൊക്കെ ദാ ക്ഷയിച്ചിരിക്കുന്നു, എനിക്കിനി ദാമ്പത്യത്തിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങളും മക്കളുമായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ഭാര്യമാരോട് പറഞ്ഞപ്പോൾ ഭാര്യമാർ പറഞ്ഞു, അത് ഞങ്ങൾക്ക് സമ്മതമല്ല, ഞങ്ങളും അങ്ങയുടെ കൂടെ സന്യാസികളെ പോലെ കഴിഞ്ഞോളാം, അങ്ങയുടെ കൂടെ അങ്ങയുടെ സുരക്ഷിതത്വത്തിൽ അങ്ങയെ സേവിച്ചുകൊണ്ട് അങ്ങയുടെ ശിഷ്യഗണങ്ങളായി ഞങ്ങളും കൂടിക്കൊള്ളാം. അങ്ങനെ അദ്ദേഹത്തിന് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ എന്താ പറയുക, 50 ഭാര്യമാരെ 50 ശിഷ്യകളാക്കി മാറ്റി അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഗുരുനാഥനായിക്കൊണ്ട് അദ്ദേഹം പിൽക്കാലം മഹാനായി തീർന്നു, അല്ലെങ്കിൽ ജ്ഞാനിയായി തീർന്നു, ജീവൻ മുക്തനായി തീർന്നു എന്നാണ് കഥ. പറഞ്ഞു വന്നത്, ഒരു എങ്ങനെയാണോ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന വാസന അവസരം വരുമ്പോൾ പുറത്തേക്ക് ബോധമണ്ഡലത്തിലേക്ക് വരുന്നതും അൺകോൺഷ്യസ് കോൺഷ്യസ് ആകുന്നതും, അല്ലെങ്കിൽ സബ് കോൺഷ്യസിലേക്ക് വരുന്നതും കോൺഷ്യസ് ആകുന്നതും, ആ കോൺഷ്യസിൽ നിന്ന് അത് പിന്നെ സ്ഥൂല രൂപം പ്രാപിക്കുന്നതും
ഈ സൃഷ്ടി രൂപം പ്രാപിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഈ കഥ. അപ്പോൾ ഇതുപോലെയാണ് സൃഷ്ടി വർദ്ധിക്കുന്നത് എന്ന് ഒന്നുകൂടെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. ദൈവേന ദുർവിതർക്കേണ പരേണ നിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും വിത്തുകൾ ശേഖരിക്കുന്നത് തുടരണോ നിർത്തണോ? അല്ലേ? ഇനിയും ജന്മങ്ങൾക്കുള്ള വിത്തുകൾ സഞ്ചയിക്കണോ അത് നിർത്തണോ എന്ന് തീരുമാനിക്കാം. വിത്തുകൾ സഞ്ചയിക്കുന്തോറും അത് നമ്മുടെ കൃഷി തുടർന്നു കൊണ്ടുപോകാൻ കാരണമാകും. ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ സംസാരം തന്നെയാണ്. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം. ഈ സംസാരമാകുന്ന കൃഷി ഇത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കാൻ നമ്മൾക്ക് വിത്ത് സമ്പാദിക്കണോ സഞ്ചയിക്കണോ, അതോ ഉള്ള വിത്തൊക്കെ കുത്തിത്തിന്നിട്ട് കാലിയാക്കിയിട്ട് പോണോ? ചിന്തിക്കാം. അവസരം തന്നതാണ്. അപ്പോൾ എന്താണ്? അവ്യക്തത്തിൽ നിന്ന് ക്ഷോഭമുണ്ടായപ്പോൾ മഹത്തത്വം ഉണ്ടായി. ആ മഹത്തത്വം പ്രധാനമായിട്ടും സത്വഗുണപ്രധാനമായിരിക്കും. പക്ഷേ ആ സത്വഗുണപ്രധാനമായിരിക്കുമ്പോൾ സൃഷ്ടി ആരംഭിക്കില്ല. രജോഗുണം വർദ്ധിക്കുമ്പോഴാണ് സൃഷ്ടി ആരംഭിക്കുക. ഇപ്പം നമ്മൾ രാവിലെ ഉണരുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്നത് സത്വഗുണപ്രധാനമായ ഈ ബോധമാണ്, മഹത്തത്വമാണ്. നമ്മുടെ ഉള്ളിലെ ബോധത്തിൻ്റെ ഒരു സമഷ്ടിയുടെ പേരാണ് മഹത്തത്വം. അപ്പോൾ നമ്മൾ ആദ്യം ഉണരുമ്പോൾ നമുക്ക് ബോധമുണ്ട്. ആ ബോധത്തിൽ നമ്മൾ സത്വഗുണപ്രധാനന്മാരാണ്. പിന്നീട് അതിലേതെങ്കിലും ഒരു ചിന്തയുമായിട്ട് നമ്മുടെ ബോധം പ്രകാശിപ്പിക്കുന്ന പല ചിന്തകളിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും നമ്മുടെ മനോമണ്ഡലത്തിൽ. അതിലേതെങ്കിലും ഒന്നുമായിട്ട് നമുക്ക് വല്ലാത്ത അഭിനിവേശം, ആസക്തി ഉണ്ടാവുകയും നമ്മുടെ ഉള്ളിലെ രജോ ഗുണം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ഈ കിടക്കപ്പൊറുതി ഇല്ലാതാവും. എഴുന്നേറ്റേ പറ്റൂ. പിന്നെ എന്താണോ ചിന്തിച്ചത്, ആഗ്രഹിച്ചത്, അത് സാധിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ എഴുന്നേൽക്കുകയായി. അപ്പോൾ പ്രവൃത്തി ഉണ്ടാവുന്നത് എപ്പോഴാണ്? രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ്. അതാണ് പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. രജപ്രധാനാത് മഹദഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജഭൂതാദിഹി വിയദാദീനി പഞ്ചശഃ. രജപ്രധാനാത് മഹദഃ ത്രിലിംഗോ ദൈവചോദിതാത്. ആ ദൈവചോദിതാത്, ദൈവചോദിതാത് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ജീവന്മാരുടെ അദൃഷ്ടം തന്നെയാണ്. ചോദിതാത്, പ്രചോദിതാത്, സമ്മർദ്ദം കൊണ്ട്, ജീവന്മാരുടെ അദൃഷ്ടത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്, ഉള്ളിലുള്ള പ്രഷർ കൊണ്ട്. ഇവിടെ ദൈവചോദിതാത് എന്നുള്ളതിന് ഈശ്വര സങ്കല്പം കൊണ്ട് എന്നും പറയാം, ഭഗവാന്റെ ഇച്ഛ കൊണ്ട്. കാരണം ഈ ജീവന്മാരുടെ സമ്മർദ്ദം അറിയുന്ന ആളാണ് ഭഗവാൻ. ജീവന്മാരുടെ ഉള്ളിലുള്ള ആ അദൃഷ്ടത്തിൻ്റെ സമ്മർദ്ദം അറിയുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സങ്കല്പിക്കുന്നു, പാവങ്ങൾ ശ്വാസം മുട്ടുന്നു, അവരുടെ വാസനകളെ പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കണം, അവർക്ക് അനുകൂലമായ ശരീരങ്ങൾ കൊടുക്കണം, സാഹചര്യങ്ങൾ കൊടുക്കണം എന്ന് കരുണാമൂർത്തിയായ ആ ഈശ്വരൻ സങ്കല്പിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈ അദൃഷ്ടത്തിൻ്റെ പ്രഷറ് സർവജ്ഞനായ ഭഗവാൻ മനസ്സിലാക്കി നമുക്ക് അവസരം നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവചോദിതാത് എന്നുള്ളതിന് ഈശ്വരേച്ഛ കൊണ്ട് എന്നും പറയാം. ഇതിനനുസരിച്ച് സിമുൾട്ടേനിയസ് ആയിട്ട് ഈശ്വരേച്ഛയും നടക്കും. നമ്മുടെ ഉള്ളിലുള്ള പ്രഷറ് ഈശ്വരൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവചോദിതാത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് പ്രേരിക്കപ്പെട്ടത് എന്നും പറയാം, ജീവന്മാരുടെ അദൃഷ്ടത്തിൻ്റെ പ്രഷർ കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടത് എന്നും രണ്ടർത്ഥത്തിലും എടുക്കാം. ദൈവചോദിതാത് രജഃപ്രധാനാത് മഹതഃ.
രജഃപ്രധാനാത്, ഈ ഗുണങ്ങളിൽ വൈഷമ്യം വന്ന് രജോ ഗുണം വർദ്ധിച്ചു. രജപ്രധാനമായിട്ടുള്ള മഹതഃ മഹത്തത്വത്തിൽ നിന്ന്. അപ്പൊ മഹത്തത്വത്തിനെ രജോ ഗുണം കൂടുതലായിട്ട് വർദ്ധിച്ചു വന്ന് സ്വാധീനിച്ചു. രജോ ഗുണം എന്ന വിഷം ഈ മഹത്തത്വത്തില് കൂടുതലായിട്ട് വ്യാപിച്ചു. അങ്ങനെ രജപ്രധാനാത് മഹതഃ ത്രിലിംഗഃ ഭൂതാദിഹി ജാതഃ. ഭൂതാദിഹി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ ആദി. പഞ്ചഭൂതങ്ങൾ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്? അഹങ്കാര തത്വത്തിൽ നിന്നാണ്. അതുകൊണ്ട് അഹങ്കാര തത്വത്തിന്റെ പര്യായമാണ് ഭൂതാദിഹി. ഇപ്പൊ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാര തത്വം ഉണ്ടായി എന്ന് പറയാണ് ഭൂതാദിഹി ജാതഃ. ഭൂതാദി ഉണ്ടായി. എങ്ങനെയുള്ളതാണത്? ത്രിലിംഗഃ, 3 ലക്ഷണങ്ങളോട് കൂടിയത്. എന്താണ് 3 ലക്ഷണങ്ങൾ? സാത്വികം, രാജസം, താമസം. അഹങ്കാരം 3ആയിട്ട് പിരിയും. സാത്വികാഹങ്കാരം, രാജസഹങ്കാരം, താമസഹങ്കാരം. എന്നിട്ടോ സാത്വികാഹങ്കാരത്തിൽ നിന്ന് അന്ധക്കരണങ്ങളും ദേവതകളും ഉണ്ടാകും. രാജസഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടാകും. താമസഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകും. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നുള്ള പഞ്ചഭൂതങ്ങൾ താമസാഹങ്കാരത്തിൽ നിന്ന്. അപ്പൊ ഈ ഭൂതങ്ങൾക്കൊക്കെ ആദിയാണ് ഈ അഹങ്കാരം എന്നതുകൊണ്ടാണ് അഹങ്കാരത്തിന് പര്യായമായിട്ട് ഭൂതാദിഹി എന്ന് പറയുന്നത്. അപ്പോൾ ത്രിലിംഗഃ ഭൂതാദിഹി ജാതഃ. എന്നിട്ടോ വിയതാദീനി പഞ്ചശഃ സസർജ. വിയത്ത് ആദീനി. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശം മുതലായിട്ടുള്ള 5 പഞ്ചശഃ എന്ന് പറഞ്ഞാൽ 5 വീതം സസർജ സർജിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ഈ 5? 4 5 ഉണ്ട്. ഏതൊക്കെയാണ്? 5 ആകാശാദി പഞ്ചഭൂതങ്ങൾ, 5 ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകൾ, വിഷയങ്ങൾ 5, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പഞ്ചഭൂതങ്ങൾ 5, ശബ്ദാദി തന്മാത്രകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ 5. ഇങ്ങനെ 4 5 20 തത്വങ്ങളെ ഈ അഹങ്കാര തത്വത്തിൽ നിന്ന് ആദ്യമുണ്ടായി. 20 തത്വങ്ങൾ ഉണ്ടായതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ വിയതാദീനി പഞ്ചശഃ. രജഃ പ്രധാനാത് മഹതഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജ ഭൂതാദിഹി വിയതാദീനി പഞ്ചശഃ. രജോ ഗുണം വർദ്ധിച്ചപ്പോൾ അതിൽ നിന്ന് മൾട്ടിപ്പിൾ സൃഷ്ടിക്ക് ആവശ്യമായ ഉപാദാന ദ്രവ്യങ്ങൾ ഉണ്ടായി വരികയാണ്. അതിനാണ് തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ 24 തത്വങ്ങളിൽ 20 തത്വങ്ങൾ ഇവിടെ പറഞ്ഞു. താനിച്ച ഏകൈകശസ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമം അണ്ഡം അവാസൃജൻ. ഇതൊക്കെ മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. ദ്വിതീയ സ്കന്ധത്തിലും തൃതീയ സ്കന്ധത്തിലെ ആദ്യത്തിലും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ആശയങ്ങളൊക്കെ ഒരു റിവിഷനാണ്, ഓർക്കുക. താനി ഏകൈകശഃ ഭൗതികം സ്രഷ്ടും അസമർത്ഥാനി. താനി ഈ തത്വങ്ങൾ ഓരോന്നും ഏകൈകശഃ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭൗതികം സ്രഷ്ടും ഭൂതങ്ങളുടെ കാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ, ശരീരങ്ങളെ ഒക്കെ സൃഷ്ടിക്കുവാനായിക്കൊണ്ട് അസമർത്ഥാനി, അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല, സാമർഥ്യം ഉണ്ടായിരുന്നില്ല. അണേബിൾ ടു ബിൽഡ് ഓർ ക്രിയേറ്റ് ബോഡീസ്, അല്ലേ? ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള ശരീരങ്ങളെ നിർമ്മിക്കാനായിക്കൊണ്ട് ഇവർക്ക് സാമർഥ്യം ഉണ്ടായിരുന്നില്ല. അതാണ് താനി ഏകൈകശഃ ഭൗതികം സ്രഷ്ടും അസമർത്ഥാനി. എന്നിട്ടോ ദൈവയോഗേന സംഹത്യ ഹൈമം അണ്ഡം അവാസൃജന്. വീണ്ടും ദൈവയോഗേന, ഈശ്വരന്റെ യോഗം. അവിടെ ദൈവശബ്ദത്തിന് ഈ ഭൂതങ്ങളുടെ അല്ലെങ്കിൽ ഈ ജീവന്മാരുടെ അദൃഷ്ടത്തെ അറിയുന്ന ആ ശക്തിയാണ് ദൈവം, ഈശ്വരൻ. ആ ഈശ്വരൻ ഇതുമായിട്ട് യോജിച്ചു, ഓരോ തത്വങ്ങളെയും അനുപ്രവേശിച്ചു. അങ്ങനെ അനുപ്രവേശിച്ചിട്ട് യോജിച്ച് ഹൈമം അണ്ഡം
അവാസൃജൻ സംഹത്യ എന്ന് പറഞ്ഞാൽ സംഹതിയായിട്ട് ഒന്നുകൂടിയിട്ട് ഹൈമം അണ്ഡം, ഹൈമം ഹിരണ്യം, അണ്ഡം മുട്ട. അപ്പോൾ ഹിരണ്യാണ്ഡത്തെ എന്ന് പറഞ്ഞാലോ ബ്രഹ്മാണ്ഡത്തെ അവാസൃജൻ സ്വർണം പോലെ പ്രകാശിക്കുന്ന അതിപ്രഭയുള്ളതായിട്ടുള്ള അണ്ഡത്തെ സൃഷ്ടിച്ചു. ഇവിടെ ഹിരണ്യം പോലെ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഉള്ളിലുള്ള സൃഷ്ടിയുടെ സാധ്യതകളെ, അതിൻ്റെ തേജസ്സിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണത്തോട് ഉപമിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇനി എല്ലാം പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഉള്ളിലടങ്ങിയതാണ് ഈ ഹിരണ്യാണ്ഡം അല്ലെങ്കിൽ ഹൈമം അണ്ഡം. ആ ബ്രഹ്മാണ്ഡം ആദ്യം ഒരു അണ്ഡരൂപത്തിലായി. താനി ചൈകൈകശസ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡം അവാസൃജൻ. സോ അശയിഷ്ടാബ്ദിസലിലെ അണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീത്തമീശ്വരഃ. സഹ അണ്ഡകോശഃ ആണ്ഡകോശഃ നിരാത്മകഃ സാഗ്രം വർഷസാഹസ്രം അബ്ദിസലിലെ അശയിഷ്ട. ആ അണ്ഡം സഹ ആണ്ഡകോശഃ, ആ ബ്രഹ്മാണ്ഡം അഥവാ ഹിരണ്യാണ്ഡം അതെന്തായി? നിരാത്മകഃ, അതിന് ചേതന കുറഞ്ഞതായിട്ട്, ചൈതന്യം കുറഞ്ഞതായിട്ട്, ജഡം പോലെ, അണ്ഡം ജഡം പോലെയായിട്ട്, നിരാത്മകഃ അചേതനമായിട്ട്, സാഗ്രം വർഷസാഹസ്രം 1000 വർഷം, വർഷസാഹസ്രം അതിന് സാഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം വരെ അല്ലെങ്കിൽ അധികം, 1000 വർഷത്തിലധികം, അബ്ദിസലിലെ സമുദ്രജലത്തില്, അബ്ദി സമുദ്രം, സലിലം ജലം, സമുദ്രജലത്തില്, പ്രളയജലത്തില്, അശയിഷ്ട, അശയിഷ്ട ശയിച്ചു. കുറേ കാലം ആ മുട്ട അങ്ങനെ തന്നെ കടന്നു, ആ ബ്രഹ്മാണ്ഡം അങ്ങനെ തന്നെ കടന്നു. ഈശ്വരഃ തം അവാൽസീത്, പിന്നെ ഈശ്വരൻ അതിൽ പ്രവേശിച്ചു. ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഈ ദേവന്മാരൊക്കെ ഒന്നിച്ചു കൂടാൻ പറ്റാത്തവരായിട്ട് ഭഗവാനെ സ്തുതിച്ചു അല്ലേ? നമാമതേ ദേവ പദാരവിന്ദം എന്ന് പറഞ്ഞുള്ള ഒരു സ്തുതിയൊക്കെ കണ്ടു. ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലും പ്രവേശിച്ച് ഭഗവാൻ എല്ലാവരെയും കൂടി ഒന്നാക്കി ചേർത്ത് അണ്ഡരൂപത്തിലാക്കി. പിന്നീട് കുറേ കാലം വെള്ളത്തിൽ കിടന്നു. പിന്നീട് അത് സ്വയം വികസിക്കാതിരുന്നപ്പോൾ ഭഗവാൻ തന്നെ, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ചൈതന്യസ്വരൂപനായ ഭഗവാൻ ആ അണ്ഡത്തിലേക്ക് ഒന്നുകൂടെ ശക്തിയോടുകൂടി പ്രവേശിച്ച് അതിനെ വികസിപ്പിച്ചു. അതിനെ ആ മുട്ട വിരിഞ്ഞു അല്ലേ? അണ്ഡം വിരിഞ്ഞു എന്നാണ്. അതാണ് വിരാട്ടായി തീർന്നത്, വിവിധമായി വിഭജിക്കപ്പെട്ട രാജിക്കുന്നത്, പ്രകാശിക്കുന്നത്. അപ്പോൾ ഏകമായിരുന്ന അണ്ഡം വിരാട്ടായി തീർന്നതിനെ മുമ്പേ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിച്ചത്. സോശയിഷ്ടാബ്ദിസലിലെ അണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീത്തമീശ്വരഃ. തസ്യ നാഭേരഭൂത് പദ്മം സഹസ്രാർക്കോരുദീദിതി സർവജീവനികായൗഗോ യത്ര സ്വയമഭൂത് സ്വരാട്. ഇവിടെ ഈ ഈശ്വര ചൈതന്യം ഈ മുട്ടയിലേക്ക് അഥവാ ബ്രഹ്മാണ്ഡത്തിലേക്ക് പ്രവേശിച്ച് അത് വികസിച്ച് വിരാട് പുരുഷനായി തീർന്നു. ആ വിരാട് പുരുഷന്റെ നാഭിയിൽ നിന്ന് സൂക്ഷ്മ ശരീരിയായ ബ്രഹ്മദേവൻ ആവിർഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തസ്യ നാഭേരഭൂത് പദ്മം സഹസ്രാർക്ക ഉരുദീദിതി സർവജീവ നികായൗകോ യത്ര സ്വയം അഭൂത് സ്വരാട്. തസ്യ നാഭേഹെ, അവന്റെ നാഭിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ വിരാട്ടിന്റെ നാഭിയിൽ നിന്ന്, വിരാട് പുരുഷന്റെ നാഭിയിൽ നിന്ന്, ബ്രഹ്മാണ്ഡ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് സഹസ്ര അർക്ക ഉരുദീദിതി, സഹസ്രം 1000 അർക്കൻ സൂര്യൻ. അപ്പോൾ 1000 സൂര്യന്റെ വർദ്ധിച്ച കാന്തിയോടുകൂടി, ദീദിതി എന്ന് പറഞ്ഞാൽ പ്രകാശം, കാന്തി എന്നൊക്കെ അർത്ഥം. ഉരു എന്ന് പറഞ്ഞാൽ ബഹു, വർദ്ധിച്ചത്. 1000 സൂര്യന്റെ വർദ്ധിച്ച പ്രകാശത്തോടുകൂടി സർവജീവ നികായ ഔകഹ, സകല ജീവനികായം, നികായം എന്ന് പറഞ്ഞാൽ സമൂഹം, ഓകസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. അപ്പൊ സകല ജീവന്മാരുടെയും വാസസ്ഥാനമായിരിക്കുന്ന
പത്മം അഭൂത്, പത്മം ഭവിച്ചു. ആ വിരാട് പുരുഷന്റെ നാഭിയിൽ നിന്ന് പത്മം ഭവിച്ചു. ആ വിരാട് പുരുഷൻ തന്നെയാണ് നാരായണൻ, വിഷ്ണു. ആ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് പത്മമുണ്ടായി. ആ പത്മം തന്നെയാണ് 14 ലോകങ്ങളുടെയും പ്രതീകം. അതാണ് സർവ ലോക നികായ ഓകഹ. സകല ചരാചരങ്ങൾക്കും വാസസ്ഥാനമായിരിക്കുന്ന ലോകരൂപമായ പത്മം, 14 ലോകങ്ങളുടെ തത്വമായിരിക്കുന്ന ആ പത്മം ഈ വിരാട് പുരുഷന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായി. അഭൂത് യത്ര സ്വയം സ്വരാട് അഭൂത്. യത്ര ഏതൊരു പത്മത്തിൽ സ്വയം സ്വരാട്, സ്വയം പ്രകാശിക്കുന്നവനായ ആ ബ്രഹ്മദേവൻ ഉണ്ടായി. ഭഗവാന്റെ തന്നെ നാഭി കമലത്തിൽ നിന്ന് ഭഗവാന്റെ തന്നെ വിഭൂതിയായ, ഭഗവാന്റെ തന്നെ അന്ധക്കരണ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മദേവൻ ഉണ്ടായി. ആ നാഭിയിൽ നിന്ന് സ്വരാട് അഭൂത്, സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവ് ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വയംഭൂ, സ്വരാട് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. സോനുവിഷ്ടോ ഭഗവത യേതേ സലിലാശയേ ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. സലിലാശയേ യഹ ശേതേ തേന ഭഗവതാ അനുവിഷ്ടഃ സഹ സ്വയം സംസ്ഥയാ യഥാപൂർവം സംസ്ഥാം ലോകസംസ്ഥാം നിർമ്മമേ. ഇപ്പൊ സലിലാശയേ യഹ ശേതേ, സലിലാശയം ജലാശയം. ആ ജലാശയത്തില് യഹ ശേതേ ഏതൊരുവൻ ശയിക്കുന്നു. ആരാണ്? നാരായണൻ. ഏതൊരു നാരായണൻ വെള്ളത്തിൽ ശയിക്കുന്നുവോ തേന ഭഗവത അനുവിഷ്ട സഹ, ആ ഭഗവാനാൽ നാരായണനാൽ അനുവിഷ്ട അനുപ്രവേശിക്കപ്പെട്ടവനായ സഹ. ഇവിടെ സഹ എന്ന് പറയുന്നത് ബ്രഹ്മദേവനെ. അപ്പൊ ബ്രഹ്മദേവന്റെ ഉള്ളിലേക്കും ഈ നാരായണൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ശക്തിയെ പകർന്നു കൊടുത്തു. അങ്ങനെ ആ നാരായണൻ ബ്രഹ്മദേവനിലേക്ക് പ്രവേശിച്ചു. അനുവിഷ്ട സഹ സ്വയാ സംസ്ഥയാ യഥാപൂർവം ലോകസംസ്ഥാം നിർമ്മമേ. സ്വയാ സംസ്ഥയ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട്, തൻ്റെ റോൾ നിർവഹിക്കുന്നവനായിക്കൊണ്ട്, തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഡ്യൂട്ടി ചെയ്തു. യഥാപൂർവം, യഥാപൂർവം എന്ന് പറഞ്ഞാൽ മുൻപിലത്തെ കൽപ്പത്തിൽ ഉണ്ടായിരുന്നത് പോലെ, മുൻ സൃഷ്ടികൾ എങ്ങനെയായിരുന്നുവോ അപ്പൊ അതിനുള്ള ബോധമൊക്കെ ആര് കൊടുത്തു? ഭഗവാൻ പ്രവേശിച്ചപ്പോൾ. ഭഗവാൻ ബ്രഹ്മദേവനിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഭഗവാന്റെ സർവജ്ഞതയും സർവശക്തിത്വവുമൊക്കെ ബ്രഹ്മദേവനും പകർന്നു കൊടുത്തു. അങ്ങനെ സൃഷ്ടിക്കുവാനുള്ള അറിവും കഴിവും ഒക്കെ ഉള്ളവനായി തീർന്നു ബ്രഹ്മദേവൻ. അങ്ങനെ മുമ്പിലത്തെ ഓർമ്മയൊക്കെ അദ്ദേഹത്തിനുണ്ടായി. പൂർവ്വ സൃഷ്ടി എങ്ങനെയായിരുന്നു അതനുസരിച്ച് വീണ്ടും അദ്ദേഹം ഇവിടെ യഥാപൂർവം ലോകസംസ്ഥാം നിർമ്മമേ, ലോകവ്യവസ്ഥയെ നിർമ്മിച്ചു. ഓരോ ലോകങ്ങളെയും അതിലുള്ള ചരാചരങ്ങളെയും ഒക്കെ ബ്രഹ്മദേവൻ നിർമ്മിക്കുകയാണ്. എങ്ങനെ? പൂർവ്വസ്മൃതി കൊണ്ട്. നമുക്ക് എന്തുണ്ടാക്കണമെങ്കിലും പൂർവ്വസ്മൃതി വേണം, അല്ലേ? എവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ഒരു സ്മരണ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് സൃഷ്ടിയും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ നിങ്ങൾ ഇന്നലെ ചായ ഉണ്ടാക്കിയ ഓർമ്മയുണ്ടാവണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കണ്ടതിൻ്റെ ഓർമ്മയുണ്ടാവണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചതോ പറഞ്ഞതോ ആയിട്ടുള്ള ഓർമ്മയുണ്ടാവണം. ചായ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ബോധം ഓർമ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചായ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ നിസ്സാര കാര്യങ്ങൾ പോലും ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? പൂർവ്വ സ്മരണ വേണം. എവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ സ്വയം ചെയ്ത ഓർമ്മ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും സൃഷ്ടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വായും പൊളിച്ചു നിൽക്കും. എന്താണ് സൃഷ്ടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. എങ്ങനെ സൃഷ്ടിക്കണം, എവിടുന്ന് തുടങ്ങണം, എന്തൊക്കെയാണ് അതിലേക്ക് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ക്രമത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ അളവിലാണ് ഉപയോഗിക്കേണ്ടത് ഒന്നും അറിയാതിരുന്നാൽ
ഇന്ന് വരെ ഒരു പാചകം ചെയ്യുന്നത് കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല, സ്വയം പാചകം ചെയ്തിട്ടില്ല, ഒരു പുസ്തകം നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അയാളോട് നിങ്ങൾ ഒരു സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് പ്രവചിക്കാനൊന്നും പറ്റില്ല, അല്ലേ? ഒരു പുതിയ പാചകക്കാരനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് അയാളോട് പറയണം ഒരു സാമ്പാർ ഉണ്ടാക്കി കൊണ്ടുവരൂ. അയാളാണെങ്കിൽ ഇന്ന് വരെ സാമ്പാർ എന്താന്ന് കണ്ടിട്ടില്ല. അയാൾക്ക് ആകെ അറിയാവുന്നത് ചൈനീസ് ഡിഷസ് മാത്രമേ ഉള്ളൂ. ചൈനീസ് ഡിഷസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളോടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞത്. എങ്ങനെ ഇരിക്കും? അപ്പം അതുപോലെ ബ്രഹ്മദേവനും പൂർവകൽപ്പത്തിനനുസരിച്ചാണ് സൃഷ്ടി നടത്തുന്നത്. അതിനുള്ള അറിവ് അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുന്നത് നാരായണനാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. സോനുവിഷ്ടോ ഭഗവതായ ശേതേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ. അങ്ങനെ ബ്രഹ്മദേവൻ ലോകം സൃഷ്ടിച്ചു എന്ന് സാമാന്യമായിട്ട് പറഞ്ഞു. പിന്നെ ക്രമത്തിൽ പറയുന്നു ആദ്യം എന്താണ് സൃഷ്ടിച്ചത് എന്ന്. സസർജ ഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രം അന്തതാമിശ്രം തമോ മോഹോ മഹാതമഃ. സസർജ ഛായയാ അവിദ്യാം പഞ്ചപർവാണം അഗ്രതഃ. അഗ്രതഃ ഇൻ ദ വെരി ബിഗിനിങ് ഗണപതിക്ക് വെച്ചത് അബദ്ധായി എന്നാ പറയണത്. അതാണ് അഗ്രതഃ ഛായയ അവിദ്യാം സസർജ. ഛായ എന്ന് പറഞ്ഞാൽ നിഴലാണ്, അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ഇരുട്ടാണ്, വെളിച്ചമില്ലാത്തടത്തല്ലേ ഛായ ഉണ്ടാവുക. അപ്പോൾ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഛായ. അപ്പോൾ സ്വന്തം ഛായ കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം അജ്ഞാനം കൊണ്ട് അവിദ്യാം സസർജ, അവിദ്യാ സൃഷ്ടികളെ സൃഷ്ടിച്ചു. എങ്ങനെ? പഞ്ചപർവാണം, 5 ശാഖകളോട് കൂടിയിട്ട്, 5 പർവ്വങ്ങളോട് കൂടിയിട്ട്. ഏതാണ് ഈ 5 പർവ്വങ്ങൾ? അതാണ് അടുത്ത വരിയിൽ പറഞ്ഞ് താമിശ്രം അന്തതാമിശ്രം തമോ മോഹോ മഹാതമഃ. ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ് അല്ലേ? അപ്പം അതിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം ഇവിടെ. എന്തൊക്കെയാണ്? താമിശ്രം അന്തതാമിശ്രം തമോ മോഹോ മഹാതമഃ. എന്തൊക്കെയാണ്? ആദ്യം എടുക്കേണ്ടത് തമസ്സാണ്, പിന്നത്തേതാണ് മോഹം, പിന്നെ മഹാമോഹം, പിന്നെ താമിശ്രം, പിന്നെ അന്തതാമിശ്രം. അതാണ് അതിൻ്റെ ക്രമം. ശ്ലോകത്തിൽ വന്നപ്പോൾ ക്രമം മാറിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ തമോ മോഹോ മഹാതമ താമിശ്രം അന്തതാമിശ്രം. അപ്പോൾ തമഹ എന്ന് പറഞ്ഞാൽ സ്വരൂപ വിസ്മൃതിയാണ്, തത്വവിസ്മൃതിയാണ്, യാഥാർത്ഥ്യം മറക്കലാണ് തമസ്. താൻ ആരാണ് എന്നത് മറക്കുന്നത് സ്വരൂപ വിസ്മൃതി, അതിനെയാണ് തമസ് എന്ന് പറയുന്നത്. അപ്പോൾ താൻ ആത്മസ്വരൂപമാണ് എന്ന് മറന്നു കഴിയുമ്പോൾ ശരീരാദികളിൽ താനെന്ന ഭാവമുണ്ടാകുന്നതിനെയാണ് മോഹം എന്ന് പറയുന്നത്. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അഭിമാനമാണ് മോഹം, തെറ്റിദ്ധാരണ. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. അത് മഹാമോഹമായി മാറുന്നു. മഹാമോഹം എന്ന് പറഞ്ഞാലോ ഈ ശരീരത്തിൻ്റെ സുഖമാണ് എൻ്റെ സുഖം, ഈ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സമ്പാദിക്കലാണ് എനിക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള പ്രവൃത്തി. നിറയെ വിഷയങ്ങൾ സമ്പാദിച്ചാൽ എനിക്ക് സുഖമായി. അത് മഹാമോഹം. അത് ആരെങ്കിലും അതിന് തടസ്സം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രോധം, അത് താമിശ്രം. നമ്മൾ ഇഷ്ടപ്പെട്ടത് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും കുറുക്ക നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ക്രോധം. കാമാത് ക്രോധോഭിജായതേ. ക്രോധം താമിശ്രം. നമ്മൾ ആഗ്രഹിച്ച വസ്തു നശിച്ചു പോയാൽ, നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരുന്നാൽ ഞാൻ തന്നെ നശിച്ചു എന്നുള്ള ചിന്തയാണ് അന്തതാമിശ്രം. അപ്പം ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്, ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടെ. തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്തതാമിശ്രം. ഈ 5ഉം ഉള്ളിടത്തെ സൃഷ്ടിയുള്ളൂ. ഈ 5ഉം ആരിലുണ്ടോ അവരാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനികളുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല. ജ്ഞാനികൾക്ക് തമസ്സുമില്ല, മോഹവുമില്ല, മഹാമോഹവുമില്ല, താമിശ്രവുമില്ല, അന്തതാമിശ്രവുമില്ല.
നാരായണ ഗുരുദേവനോ ശങ്കരാചാര്യരോ ശ്രീകൃഷ്ണ ഭഗവാനോ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രവർത്തിച്ചതെന്ന് ഒരിക്കലും കരുതരുത്. അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അറിവുണ്ട്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രവൃത്തി. വിഡ്ഢിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരുടെ വെറും അഭിനയം മാത്രമായിരുന്നു. അവർക്ക് കർത്തൃത്വമില്ല. കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്നൊക്കെ ഗീതയിൽ പറയുന്നത് ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ്, ഈ ജ്ഞാനികളെ സംബന്ധിച്ചാണ്. കർമ്മത്തിൽ അകർമ്മമാര് കാണുന്നുവോ, അകർമ്മത്തിൽ കർമ്മമാര് കാണുന്നുവോ. കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃത്. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കള് സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അജ്ഞാനം കൊണ്ടല്ല. അജ്ഞാനം കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ തിരുത്താൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ്. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരന് എന്നൊക്കെ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അജ്ഞാനികളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ജ്ഞാനികളും അവരെ പോലെ പെരുമാറുക. അപ്പോഴേ വിശ്വാസം വരുള്ളൂ, അപ്പോഴേ താതാത്മ്യമുണ്ടാവുള്ളൂ. മറ്റത് ഏതോ അന്യഗ്രഹ ജീവിയാണ്, നമ്മുടെ ബന്ധുവല്ല, നമ്മുടെ ശത്രുവാണ് എന്ന മട്ടില് നോക്കിക്കാണും. അതുകൊണ്ടാണ് എന്താ പറയുക, ഇംഗ്ലീഷ് ന്യൂ ഇയർ ഒക്കെ നമ്മളും ആഘോഷിക്കുന്നത് അല്ലേ. സ്വാമി നവവത്സര ആശംസകൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാമി അന്യനായി പോകും. സ്വാമിക്ക് നവവത്സരമൊന്നും ഒരു പ്രശ്നവുമല്ല, എന്നും നവവത്സരമാണ്. ഓരോ നിമിഷവും നവവത്സരം തന്നെയാണ്. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ കൂട്ടത്തിൽ കൂടി ഹാപ്പി ന്യൂ ഇയർ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി, സ്വാമിക്കും സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷമായാൽ സ്വാമിക്കും സന്തോഷമായി. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരന്. കുറേ കഴിയുമ്പോൾ നിങ്ങളോട് പറയാം, അതെ ന്യൂ ഇയർ ഒന്നും വലിയ കാര്യമില്ല എന്ന്. അപ്പം നിങ്ങൾക്കും മനസ്സിലാവും ശരിയാണ്. പറഞ്ഞു വന്നത് എന്താണ്? മഹാത്മാക്കൾ കർമ്മം ചെയ്യുന്നതിനെ അജ്ഞാനം കൊണ്ടുള്ള കർമ്മം എന്ന് കരുതരുത്. ശങ്കരാചാര്യരോ നാരായണ ഗുരുദേവനോ രാമകൃഷ്ണ പരമഹംസരോ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ ഒരിക്കലും അജ്ഞാനജന്യമായ കർമ്മം എന്ന് കരുതരുത്. ബാക്കിയുള്ള ആളുകളുടെ കർമ്മങ്ങളൊക്കെ അജ്ഞാനത്തിൽ നിന്നാണ്. അജ്ഞാനം കൊണ്ടാണ് ഇവിടെ സൃഷ്ടി വർദ്ധിച്ച് വരുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് എല്ലാവരുടെയും അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം നശിച്ചാൽ കർമ്മവും നശിക്കും, കർമ്മവാസനകളും നശിക്കും. അതോടുകൂടി സൃഷ്ടിയില്ല. പിന്നെ ആകെയുള്ളത് ഈശ്വര തത്വം മാത്രം, ബ്രഹ്മതത്വം മാത്രം. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. അതങ്ങനെ തന്നെ ഇരിക്കും. സോകാമയത ബഹുസ്യാം പ്രജായേതി എന്നുള്ള ആ അകാമയത എന്നുള്ള സങ്കല്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പലതായി തീരട്ടെ എന്നുള്ള ആ ചിന്തയൊന്നും ആ ബ്രഹ്മത്തിൽ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇവിടെ നിർത്താം, നാളെ തുടരാം. നാളെ ഇത്തിരി നേരത്തെയാണ്, 10 മുതൽ 11:30 വരെ. നാളെ എല്ലാവരും കേട്ടോളൂ, രാവിലെ 10 മുതൽ 11:30 വരെ.
നാളെ ഒരു നവതി പങ്കെടുക്കാനുണ്ട്. ഒരു പ്രായമായിട്ടുള്ള അമ്മയുടെ 90-ാം പിറന്നാളിൽ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ 11:30 നിർത്തിയിട്ട് പോകും. അപ്പോൾ 10 to 11:30 നാളെ ഓർമ്മിക്കുക. ഹരി ഓം. ഭഗവത്ഗീത ഉടനെ തുടങ്ങാം. അത് ചില തിരക്കുകളോട് കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ തുടങ്ങാം. ഇന്ന് തുടങ്ങുന്നില്ല, ഇന്ന് വൈകിട്ട് വേറെ പുറത്ത് പോവുകയാണ്. നാളെയും കുറച്ച് തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ചിന്തിച്ച് പറയാം. തുടങ്ങിയാൽ പിന്നെ ബ്രേക്ക് വരാതെ നോക്കണമല്ലോ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പം നാളെ 10 മണി ഓർമ്മിക്കാം. 10 to 11:30.